അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്നേഹനിധികളായ രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെയൊക്കെ ഒരുപാട് പാപമോചനത്തിനും നന്മകൾ രേഖപ്പെടുത്താനും കാരണമാകുന്ന അനുഗ്രഹീതമായ അറിവിൻ്റെ, ഇൽമിൻ്റെ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടലുകളൊക്കെ എന്തിന് എന്ന ചോദ്യത്തിന് ഇതാരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ ആളുകൾക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് കയ്യടി വാങ്ങാനോ അല്ല ഒരു കാലഘട്ടത്തിലും ദീനീ പ്രവർത്തകർ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത്. മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഇവിടം വിട്ട് തിരിച്ചു പോകും. ലോകം എത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും, ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും, അല്ലാഹു നിശ്ചയിച്ച മരണമെന്ന യാത്രയിൽ നിന്ന് രക്ഷപ്പെടാൻ ലോകത്തൊരു മനുഷ്യന്റെയും പണബലമോ അവന്റെ കായിക ബലമോ അവന്റെ സാമ്പത്തിക സ്ഥിതിയോ അവനെ സഹായിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ധനാഢ്യരായ പലരും മരണം രുചിക്കാതെ കാത്തു നിൽക്കേണ്ടി വരുമായിരുന്നു. ഒരാളുടെ മനസ്സിന്റെ സ്വപ്നങ്ങളോ സങ്കല്പങ്ങളോ ആഗ്രഹങ്ങളോ പരിഗണിക്കാതെ അല്ലാഹു നിശ്ചയിച്ച സമയം, നിശ്ചയിച്ച രീതിയിൽ നാട്ടുകാരെയും കുടുംബക്കാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടും ഏറെ സങ്കടപ്പെടുത്തിക്കൊണ്ടും ഈ ലോകത്ത് നിന്നും ഞാനും നിങ്ങളും തിരിച്ചു പോയേ മതിയാകൂ. അതുകൊണ്ടാണല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കരിപ്പൂര് വിമാനത്താവളത്തിലുണ്ടായ ഒരു മരണം
വിശ്വാസി സമൂഹത്തെയും നമ്മളെയും ഒരുപാട് ചിന്തിപ്പിക്കേണ്ട ഒരു മരണമാണ്. 3.5 വർഷക്കാലത്തോളം വിദേശ പ്രവാസ ലോകത്ത് ജോലി ചെയ്ത് ഉള്ള സമ്പാദ്യങ്ങളെ കൊണ്ടെല്ലാം കടം വീട്ടി ഒരു ചെറിയ വീടിന്റെ പണി മുക്കാഭാഗം തീർത്തുവെച്ച് നാട്ടിലേക്ക് വിമാനം കയറുന്ന ചെറുപ്പക്കാരൻ നാട്ടിലുള്ള വാപ്പയെയും ഉമ്മയെയും തന്റെ ഭാര്യയെയും പറക്കമുറ്റാത്ത 2 മക്കളെയും വിവരമറിയിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എയർപോർട്ടിൽ വരണം. പിതാവ് വരുന്ന സന്തോഷത്തിൽ മക്കളും, ഭർത്താവ് വരുന്ന സന്തോഷത്തിൽ ഭാര്യയും, മകൻ വരുന്ന ആഹ്ലാദത്തിൽ വാപ്പയും പുലർച്ചെ 3:45 4 മണിക്ക് കരിപ്പൂര് വിമാനത്താവളത്തിലെത്തി. വിമാനം ലാൻഡ് ചെയ്തു. നമുക്കൊക്കെ അറിയാം, ലാൻഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇറങ്ങാനുള്ള വെപ്രാളം കൊണ്ട് പലരും എഴുന്നേറ്റ് നിൽക്കും. അതുപോലെ എഴുന്നേറ്റ് നിന്ന ചെറുപ്പക്കാരൻ വിമാനം ലാൻഡ് ചെയ്തു എന്ന സന്തോഷത്തിൽ തൊട്ടടുത്തുള്ള ആളോട് പറഞ്ഞു, അൽഹംദുലില്ലാ, ഏതായാലും നാട്ടിലെത്തി. അതും പറഞ്ഞതിന്റെ വാതിൽ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതിനിടയിൽ ആ ചെറുപ്പക്കാരൻ താൻ ഇരുന്ന സീറ്റിലേക്ക് പിന്നിലേക്ക് ചാരിക്കിടന്നു. പിന്നീട് മിനിറ്റുകൾക്കപ്പുറം 162ഓളം യാത്രക്കാർ ആ വിമാനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങിയിട്ടും ചാരിക്കടന്ന ചെറുപ്പക്കാരൻ കണ്ണു തുറക്കുന്നില്ല. അവന് യാതൊരു ധൃതിയുമില്ല. പിന്നീട് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. ആ ഫ്ലൈറ്റിലുള്ള ആളുകൾ അധികൃതരെ വിവരമറിയിക്കുന്നു. ചെറുപ്പക്കാരന്റെ പൾസ് നോക്കുന്നു. പെട്ടെന്ന് തന്നെ ആംബുലൻസ് ആ വിമാനത്തിന്റെ അടുത്തേക്ക് കുതിച്ചു വരുന്നു. ചെറുപ്പക്കാരനെ സ്ട്രെച്ചറിൽ കിടത്തി ആ ആംബുലൻസിലേക്ക് കയറ്റുന്നു. ഈ സമയം അത്രയും ആ കുടുംബം ഈ മകനെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഓരോ പെട്ടിയും തള്ളി ഓരോ കുടുംബത്തിന്റെ കാവലാളുകൾ 1000 പ്രതീക്ഷകൾ തള്ളിക്കൊണ്ടു പോകുമ്പം ആ പിതാവും ആ മക്കളും ആ ഉപ്പാനെ മകനെ കാത്തിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർക്കരികിലൂടെ സൈറൺ മുഴക്കി ആ ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോകുന്ന സമയത്ത് പോലും ആ സാധു വാപ്പാക്കും കുടുംബത്തിനും അറിയില്ല, ഞങ്ങൾ കാത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനാണ് അതിൻ്റെ ഉള്ളിൽ ചേതനയേറ്റ് കിടക്കുന്നത് എന്ന്. പിന്നീട് അധികാരികൾ പുറത്തേക്ക് വരികയും ആ കുടുംബത്തെയും കൂട്ടി കൊണ്ടോട്ടിയിലുള്ള ആശുപത്രിയിലെത്തുമ്പോ ഒരിക്കലും സംഭവിക്കരുതേ എന്ന് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചിരുന്ന വാപ്പാന്റെ മുൻപിലേക്ക് ഇനിയൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ലെന്ന ബോധ്യത്തോടുകൂടി തലക്ക് മുകളിലേക്ക് ഒരു വെളുത്ത തുണി വലിച്ചിട്ട് ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് മറമാടുന്ന സെക്കൻഡിൽ പോലും ആ സാധുവായ പിതാവ് ഖബറിലേക്ക് നോക്കി പറയുന്ന ഒരു വാക്കുണ്ട്, എന്തിനാ റബ്ബേ നീ എന്റെ മകനെ കൊണ്ടുപോയത്? ഞാനല്ലേ റബ്ബേ പ്രായമുള്ളവൻ? എന്നെ കൊണ്ടല്ലേ റബ്ബേ ആളുകൾക്കൊരു ഉപകാരമില്ലാത്ത? എന്നിട്ടും എന്തിനാ റബ്ബേ നീ എന്റെ പേരക്കുട്ടികളെ യതീമാക്കിയത്? എന്തിനാ റബ്ബേ ആ സാധു പെൺകുട്ടിയെ നീ വിധവയാക്കിയത്? എന്തിനാ റബ്ബേ വയസ്സന്മാരായ ഞങ്ങളെ നീ ബാക്കി വെച്ചത് എന്ന് നെഞ്ചു പൊട്ടിക്കൊണ്ട് കരയുന്ന വാപ്പയുടെ കൺമുൻപിൽ നിന്നും ആ മകൻ മണ്ണിന്റെ അടിയിലേക്ക് മടങ്ങി. ആ ഒരു യാത്രയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. മിൻഹാ ഖലഖനാകും, ആ മണ്ണിൽ നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ, വഫീഹാ നുഈദുകും, അതേ മണ്ണിലേക്ക് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഓരോരുത്തരും മടക്കപ്പെടും. ആ മടങ്ങുന്ന യാത്രയെക്കുറിച്ച് പോലും കവികൾ പാടി. മുൻകാലഘട്ടത്തിലുള്ള കവികളും ഉലമാക്കളും പാടി, വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. വലത്തുക ഉമ്മുക യബ്ന ആദം, ആദമിന്റെ മക്കളെ നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചിട്ടത് ബാക്കിയ
കരയുന്നവനായിക്കൊണ്ടാണ്. ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ കരച്ചിലുകൾ കണ്ട് സന്തോഷിച്ചിരുന്ന നിങ്ങളുടെ കരച്ചിൽ, ചുറ്റുഭാഗത്തുള്ള കുടുംബക്കാര് മാറി മാറി ഉമ്മ വെച്ചിരുന്ന നിങ്ങളുടെ കരച്ചിൽ, നിങ്ങളുടെ പിതാവ് ആവേശത്തോടെ വാരിയെടുത്ത് ചെവിയിൽ ബാങ്ക് കൊടുത്ത നിങ്ങളുടെ തുടക്കം, വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, സന്തോഷം കൊണ്ട് കുടുംബക്കാര് മുട്ടായിയും മധുരവും വിതരണം ചെയ്യുമ്പോൾ അവർക്ക് നടുവിൽ കരയാൻ മാത്രം അറിയുന്നവനായി നിങ്ങളെ സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ആദമിന്റെ മക്കളെ ചുറ്റുഭാഗത്തുള്ളവർ നെഞ്ചുപൊട്ടിക്കരയുമ്പോ, അകത്തളങ്ങളിൽ എവിടെയോ ഭാര്യ വാവിട്ട് സങ്കടപ്പെടുമ്പോ, ജന്മം കൊടുത്ത മക്കൾ ഓരോരുത്തരും നിങ്ങളുടെ മയ്യത്ത് നോക്കി വീർപ്പുമുട്ടിക്കരയുമ്പോ, നാട്ടിലുള്ള 100 കുടുംബക്കാര് നിശ്ചലമായി കിടക്കുന്ന നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി നെടുവീർപ്പിടുമ്പോ, അവർക്ക് നടുവിൽ ഈ ലോകത്ത് നിന്നും സമ്പാദിച്ച സമ്പത്തുകളും നേടിയെടുത്ത അധികാരങ്ങളും ഈ ഭൂലോകത്ത് ഉപേക്ഷിച്ചു പോകേണ്ട ഒരു ദിനം, ആ മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏത് നിമിഷവും ആ മരണം എന്നെയും നിങ്ങളെയും തേടിയെത്തും. ആ തേടിയെത്തുന്ന മരണം കൊണ്ടുപോകുന്നതിന്റെ മുൻപ് നാഥന്റെ അരികിലേക്ക് തിരിച്ചു പോകുന്ന നമ്മളുടെ മനസ്സും ശരീരവും റബ്ബിനെ കാണിക്കാനുള്ള അമലുകളും എത്രത്തോളം നമ്മളെ കയ്യിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. നേടിയെടുത്ത സമ്പത്തുകളിൽ നിന്നൊരു കാത്തരി മണ്ണ് പോലും ലോകത്തൊരാൾക്കും കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അണിഞ്ഞൊരുങ്ങുന്ന ആഭരണങ്ങളിൽ നിന്നോ ഉടയാടകളിൽ നിന്നോ ഒരു തരി പൊന്നുപോലും ഒരു ഉമ്മാക്കോ പെൺമക്കൾക്കോ പടച്ച റബ്ബിന്റെ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ആ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് നിന്നും ഞാനും നിങ്ങളും തിരിച്ചു പോയേ മതിയാകൂ. ചിന്തിച്ചു നോക്കൂ, നമ്മളില്ലാത്തതിന്റെ പേരിൽ ഈ ലോകത്തിനൊരു ചുക്കും സംഭവിക്കാനില്ല. ഞാൻ മരിച്ചാലും സൂര്യൻ ഉദിക്കും, ഞാൻ മരിച്ചാലും അല്ലാഹു തആല നൽകേണ്ടതൊക്കെ നൽകും. എന്റെ മരണത്തിന്റെ പേരിൽ എന്റെ കുടുംബങ്ങൾ അല്പകാലം സങ്കടപ്പെടും എന്നതല്ലാതെ ഈ ലോകത്ത് നമ്മൾ ഇല്ലാതായി എന്നതിന്റെ പേരിൽ ഈ ലോകത്തിനൊരു സങ്കടവും ഒരു കുറവും അല്ലാഹു തആല നൽകുകയില്ല. അതുകൊണ്ടാ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണപ്രാളം കാണിക്കുന്നുണ്ട് എന്നറിയുമ്പം കുറച്ച് സഹാബാക്കൾ കാണാൻ വേണ്ടി ചെല്ലും. കയറി ചെല്ലുന്ന സഹാബത്ത് കാണുന്നത് ഈത്തപ്പനയുടെ പകുതി ഭാഗം ഉണങ്ങിത്തീർന്ന ഒരു ഈത്തപ്പന ഓലയിൽ ആകാശത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് കരയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അത്ഭുതത്തോടെ സഹാബത്ത് ചോദിച്ചു, അബൂ ഹുറൈറ, മരണത്തെ ഇത്ര പേടിയാണോ താങ്കൾക്ക്? മരിക്കാൻ നേരത്ത് പേടിച്ച് കരയാനാണോ അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ച്? ഉഹദിലും ഖന്തക്കിലും ഖൈബറിലും ശത്രുക്കളുടെ മുൻപിൽ വിരുമാറ് കാണിച്ചു കൊടുത്ത് ചാട്ടുളി കൊണ്ടുള്ള ഏറുകിട്ടി മരിച്ച സഹാബാക്കൾ നെഞ്ചും പിരിച്ച് പുഞ്ചിരിച്ച് മരിച്ചപ്പോ എന്തിനാ അബൂ ഹുറൈറ താങ്കൾ ഇങ്ങനെ കരയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ച് കണ്ണുനീരോടെ പറഞ്ഞു, മരണത്തെ പേടിച്ചിട്ടല്ല അബൂ ഹുറൈറ കരയുന്നത്. പിന്നെന്തിനാ അബൂ ഹുറൈറ താങ്കൾ കരഞ്ഞത്? ആ വീട്ടിന്റെ വാതിൽക്കലേക്ക് വിരളി ചൂണ്ടിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സഫറു തുവീലുൻ, ഞാനൊരു യാത്രക്കിറങ്ങുകയാ, എന്റെ സൃഷ്ടാവിന്റെ അരികിലേക്കുള്ള തിരിച്ചുള്ള യാത്ര. പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഈ ഭൂലോകത്തേക്ക് ഞാനും നിങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ, കൊണ്ടുവന്നതും സംരക്ഷിച്ചതും പുറത്തേക്ക് കൊണ്ടുവന്നതും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണെങ്കിൽ, തിരിച്ചുള്ള യാത്ര അതേ സൃഷ്ടാവിന്റെ അരികിലേക്ക് തന്നെയാണ് എന്ന പൂർണ്ണ ബോധ്യമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിശ്വാസം. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ പറയുന്നു, അസ്സഫറു തവീലുൻ, ഞാൻ ആ യാത്രക്കിറങ്ങുകയാ. ആ യാത്ര വലിയൊരു യാത്രയാ അല്ലേ? ആലോചിച്ചു നോക്കൂ, 1400 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തോട് യാത്ര ചോദിച്ച ലോകത്തിന്റെ ഹബീബ നബി തങ്ങൾ 1400 കൊല്ലത്തിലധികമായി അള്ളാഹുവിന്റെ ഖബറിൽ. കേവലം 63 കൊല്ലം മാത്രം ഭൂലോകത്ത് ജീവിക്കാൻ പടച്ച റബ്ബ് അവകാശം കൊടുത്ത ലോകം കണ്ട ഏറ്റവും നല്ല അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇന്നും പടച്ച റബ്ബ് ഖബറിൽ കൊടുത്തത് 1400 കൊല്ലമാണെങ്കിൽ, ഈ ലോകത്ത് ഞാനും നിങ്ങളും ജീവിച്ച കാലത്തേക്കാൾ കൂടുതൽ ഒരു മനുഷ്യന് ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത കാലം അള്ളാഹുവിന്റെ ഖബർ എന്ന ലോകത്ത്
എനിക്കും നിങ്ങൾക്കും ജീവിക്കേണ്ടതായിട്ടുണ്ട്. അസ്സഫറു തവീലുൻ, കാത്തിരിക്കുന്ന ഖബറെന്ന ലോകം നിങ്ങൾക്ക് നിശ്ചയിക്കാൻ സാധിക്കാത്ത പരിധിയില്ലാത്തൊരു ലോകമാ. ആ ഖബറെന്ന ലോകത്ത് കാണുന്നവർക്ക് 6 അടി മണ്ണും അതിന്റെ മേലെ സ്ലേവും പിന്നീട് വാരിയിടുന്ന മണ്ണും തസ്ബീത്ത് ചൊല്ലിക്കൊടുത്ത പരിചയമേ ഉള്ളൂ എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ സൃഷ്ടാവ് അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങളിലൂടെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, ഇത്തഖൂ അദാബൽ ഖബർ. ഖബർ എന്ന ലോകം നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റാത്തൊരു ലോകമാ. അവിവേകികളുടെ സങ്കടത്തിന്റെ ആരംഭം ഖബറിലേക്ക് വെക്കപ്പെടുന്നത് മുതലാ. അക്രമകാരികൾക്ക് ഈ ലോകത്തിന്റെ പര്യവസാനം, നാശത്തിന്റെ അടയാളം അവരുടെ ഖബറിലേക്കുള്ള ആരംഭമാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അസ്സഫറു തവീലുൻ, ഒരുങ്ങിക്കോളൂ. ഒരിക്കലും പടച്ച റബ്ബിന്റെ തീരുമാനമാകുന്നത് വരെ അവസാനിക്കാത്ത റബ്ബിന്റെ ഖബർ എന്ന ലോകത്തേക്കുള്ള യാത്രയായിരിക്കണം ഏതൊരു മുസൽമാന്റെയും മനസ്സിലുള്ള ചിന്ത. ആ ഖബർ എന്ന ലോകത്ത് എനിക്കും നിങ്ങൾക്കും മനസ്സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ വസ്സാദു ഖലീലുൻ, എന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ, അമലുകൾ എന്റെയും നിങ്ങളുടെയും കയ്യിലുണ്ടാവണം. ഈ ലോകത്തിന്റെ കോടികളെ കൊണ്ട് ഖബറിലേക്ക് ഭംഗിയുണ്ടാക്കാൻ സാധിക്കുന്ന മുഅ്മിനീങ്ങളാവണം. നേടിയെടുക്കുന്ന അറിവ് കൊണ്ടും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ കലാമുകളെ കൊണ്ടും ഖബർ എന്ന ലോകത്തെ ഏറ്റവും മനോഹരമാക്കാൻ സാധിക്കുന്നവരായിട്ടില്ലെങ്കിൽ വസ്സാദു ഖലീലുൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ പറയുന്നു, എന്റെ കയ്യിൽ അള്ളാഹുവിനെ കാണിക്കാനുള്ളത് കുറവാ. ആരാ ഇത് പറയുന്നത്? പൂച്ചകളെ നിങ്ങൾ വിട്ടേക്കണം, അത് നിങ്ങൾക്കിടയിലൂടെ ജീവിക്കുന്ന ഒരു സാധു ജീവി എന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്ക് കേട്ടപ്പോ, പിന്നീട് മരണം വരെ പൂച്ചക്കുട്ടിയെ തോളിലെടുത്ത് സ്വയം പട്ടിണിയാണെങ്കിൽ പോലും പൂച്ചകൾക്ക് വേണ്ടി, പൂച്ചക്കുഞ്ഞിന് വേണ്ടി കാരൊക്കെ തെരഞ്ഞെടുത്തു കൊടുത്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ തിരുദൂതനോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്ത് വെട്ടേറ്റ് കിടക്കുന്ന സഹാബത്തിന്റെ വായകളിലേക്ക് അവസാനത്തെ തുള്ളി വെള്ളമൊഴിച്ചു കൊടുക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ലോകത്ത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന 100 കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് കാലങ്ങളോളം ഇസ്ലാം നിലനിൽക്കുന്ന കാലത്തോളം മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തെക്കുറിച്ച് വരച്ചു കാണിച്ചു കൊടുത്ത, ലോകത്തിന്റെ പ്രവാചകൻ മൂത്രമൊഴിക്കാൻ ചെന്നിരുന്ന പാറക്കല്ലുകളിൽ കയറിയിരുന്ന് അള്ളാഹുവിന്റെ തിരുദൂതനോട് ആത്മാർത്ഥതയും സ്നേഹവും പ്രകടിപ്പിച്ച, സ്വന്തം പേരക്കുട്ടിയുടെ കല്യാണത്തിന് സുബ്ഹിക്ക് മദീനത്തെ പള്ളിയിൽ സ്ഥിരം വരുന്നവർക്ക് ദരിദ്രനായണെങ്കിൽ പോലും ആ ദരിദ്രനായ കുടുംബത്തിന്, ചെറുപ്പക്കാരന് സ്വന്തം പേരക്കുട്ടിയുടെ കൈ പിടിച്ചു കൊടുത്ത്, നിന്നെ എനിക്ക് വിശ്വാസമാണെന്നും നിന്നെ ഞാൻ മദീനത്തെ പള്ളിയിൽ എന്റെ കാലം മുതൽക്കേ സുബ്ഹിന് കണ്ടിട്ടുണ്ടെന്നും ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി അഭിമാനത്തോടെ പറഞ്ഞ അതേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ തൊട്ടു മുൻപ് പറയാ, വസ്സാദു ഖലീലുൻ, എന്റെ കയ്യിൽ ഭക്ഷണം കുറവാ, എനിക്കെന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഒരുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊരു സങ്കടം, ഇനി എനിക്ക് സമ്പാദിക്കാൻ നേരമില്ല. വൽ മൗത്തു കരീബുൻ, മരണം എന്റെ വീട്ടിന്റെ വാതിൽക്കലെത്തിയിട്ടുണ്ട്. മരണം എന്റെയും നിങ്ങളുടെയും വീട്ടിന്റെ വാതിൽക്കലെത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നേരം വെളുക്കുന്ന, നാളെ നേരം വെളുക്കുന്ന സമയത്ത് കിടക്കപ്പായിൽ നിന്നും എഴുന്നേൽക്കുന്ന സെക്കൻഡ് പോലും എനിക്കും നിങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് യാതൊരു ഉറപ്പുമില്ല. നാളെ നേരം വെളുക്കുന്ന സമയത്ത് ആഞ്ഞുവലിക്കുന്ന ശ്വാസത്തോടൊപ്പം നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു വേദന. നേരെ കുടുംബത്തിലെ മക്കളെയും കുട്ടി നമ്മൾ മംഗലാപുരത്ത് പേര് കേട്ടൊരു ഹോസ്പിറ്റലിൽ ചെല്ലും. പരിശോധിച്ച ഡോക്ടർമാര്, കുടുംബ ഡോക്ടർ ഉണ്ടാവും, നമുക്കിഷ്ടപ്പെട്ട ഡോക്ടർമാരുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറച്ചും ഒക്കെ നമുക്കൊന്ന് ചെക്കപ്പ് ചെയ്തിട്ട് അവര് പറയുന്നു, ഒന്ന് ECG എടുത്തു നോക്കാം. ECGയുടെ റിപ്പോർട്ടുമായി തിരിച്ചു വന്ന നമ്മളെ മുൻപിൽ വെച്ച് ആ ECGയുടെ റിപ്പോർട്ടൊന്ന് നോക്കിയിട്ട് അദ്ദേഹം നമ്മളെ മുഖത്തേക്ക് നോക്കാതെ പറയുന്നു, ഞാനൊരു 2-3 ബ്ലഡ് ടെസ്റ്റിന് എഴുതുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, അധികം ബേജാറാവൊന്നും വേണ്ട, ഒന്നറിയാൻ വേണ്ടിയിട്ടാ, കുഴപ്പമൊന്നും ഉണ്ടാവൂല, എന്നാലും ഞാൻ ആ ടെസ്റ്റിനൊന്ന് എഴുതിത്തരാ എന്ന് കേൾക്കുന്നത് വരെ മാത്രമേ എൻ്റെ ഇങ്ങളെയും പവറുള്ളൂ. അറിയപ്പെടുന്ന ഈ ലോകത്ത് റബ്ബ് നിശ്ചയിച്ച ആ സെക്കൻഡ് അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകാൻ നിശ്ചയിക്കപ്പെട്ടവരാണ് നമ്മളെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്തുണ്ട് അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ? മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഒരു ചരിത്രം പറയാറുണ്ട്. അദ്ദേഹം
മരണത്തിന്റെ തൊട്ടു മുൻപ് മദീനത്തെ പള്ളിയിലിരുന്ന് കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന് കുത്തു കിട്ടുന്നതിന്റെ അല്പ ദിവസം മുൻപ് മദീന പള്ളിയുടെ അകത്തിരുന്ന് കരയുന്ന ഉമർ ഇബ്നുൽ ഖത്താബിന്റെ തോളത്ത് കൈവച്ച് സ്വഹാബത്ത് ചോദിച്ചു, ഉമർ, എന്തിനാ താങ്കൾ ഇങ്ങനെ കരയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് കണ്ണുനീരോടെ സഹാബത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കിനു മുൻപ് ആരാ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ അറിയണം. ഭരണമേറ്റെടുത്ത അന്ന് മുതൽ ലോകത്തിന്റെ പ്രവാചകന്റെ പാത പിന്തുടർന്ന് വേഷം മാറി പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് ഭക്ഷണത്തിന്റെ ഗോതമ്പിന്റെ ചാക്ക് തോളത്തെടുത്ത് കൊണ്ടിട്ട് കൊടുത്ത ലോകം കണ്ട ഏറ്റവും നല്ല അമീർ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. യൂഫ്രട്ടീസ് നദിയുടെ തീരത്തൊരൊട്ടക കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ ഞാൻ എന്റെ റബ്ബിനോട് എന്തു പറയുമെന്ന് ചോദിച്ച് വിങ്ങിപ്പൊട്ടിക്കരഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കയ്യും വീശി മദീനത്തെ പള്ളിയിലേക്ക് നടന്നു വരുന്ന ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖത്തേക്ക് നോക്കി അള്ളാഹുവിന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഉമറേ, നീ എങ്ങാനും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിൽ പിശാജ് പോലും വരാൻ മടിക്കും ഉമർ, നിന്നെ പിശാജ് പോലും ഭയപ്പെടുന്നുണ്ടേ ഉമർ. എന്നിട്ട് സഹാബത്തിന്റെ മുഖത്ത് നോക്കി തിരുദൂതന്റെ വാക്ക്, ഇസ്ലാമിന്റെ വാതിലാണ് ആ ഉമർ. ഉമർ തകർക്കപ്പെടുന്നതോടുകൂടി ഇസ്ലാമിലേക്ക് സകല ചണ്ടികളും അടിഞ്ഞുകൂടുമെന്നും ഉമറിനെ തകർത്താൽ അത് ഇസ്ലാമിന്റെ തകർച്ചക്ക് തുടക്കമാണെന്നും നാവുകളെ കൊണ്ട് പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചിരുന്ന സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്ത് 21 രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഭരിച്ച ദ അൾട്ടിമേറ്റ് ഹീറോ ഭരണാധികാരി, മക്കയും മദീനയും ഷാമും സിറിയയും എത്യോപ്യയും ലെബനാനും അടക്കം പടവട്ടിക്കൊണ്ടിരിക്കുന്ന നിരവധി രാജ്യങ്ങളെ ഒരു ഇസ്ലാമിന്റെ കീഴിൽ ഏകോപിപ്പിച്ച് ഭരിച്ച് ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് പോലും ഇന്ത്യയിൽ ഒരു ഭരണം വേണമെങ്കിൽ അതെന്റെ ഉമറിന്റെ ഭരണമാണെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് മദീനത്തെ പള്ളിയിൽ വന്ന് കരഞ്ഞപ്പം സഹാബത്ത് ചോദിക്കുക, എന്തിനാ ഉമറെ കരയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ആകാശത്തിലേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഞാൻ ഭയപ്പെടുന്നു സഹാബത്തെ. എന്തിന്? ലോകത്തിന്റെ സൃഷ്ടാവ് ഒരുക്കി വെച്ച സ്വർഗത്തിൽ ഒരു ചാട്ടവാറിന്റെ സ്ഥലം, ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം അതെങ്കിലും ഉമറിന് അള്ളാഹു നൽകാതെ പോകുമോ, ഉമറിനില്ലാതെ പോകുമോ എന്നെനിക്ക് ഭയം തോന്നുന്നു സഹാബത്തെ എന്ന് നെഞ്ചു പൊട്ടിക്കരഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു കയറുന്ന സ്വർഗത്തിൽ, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു കയറുന്ന സ്വർഗത്തിൽ, സുമയ്യ റളിയല്ലാഹു അൻഹ കയറുന്ന സ്വർഗത്തിൽ, ലോകത്തിന്റെ ആദം നബി മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കയറുന്ന സ്വർഗത്തിൽ കയറാൻ മാത്രം എന്ത് സമ്പാദ്യമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും കുടുംബത്തിലും ഉള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. മലിനമായ വിശ്വാസം, കാപട്യമായ മനസ്സ്, കൃത്യതയില്ലാത്ത ഇബാദത്തുകൾ, സാമ്പത്തിക രംഗത്ത് പോലും കുടിലതയും കൊള്ളിവെപ്പും പിടിച്ചു പറയും, കുടുംബരംഗത്ത് പോലും അലോഗ്യങ്ങളും പിണക്കങ്ങളും പടവട്ടലുകളും, നാവിനെപ്പോലും സൂക്ഷിച്ചാൽ സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് അതേ നാവുകളെ കൊണ്ട് പച്ചയിറച്ചി തിന്നാനും കുത്തുവാക്കുകൾ പറയാനും ആക്ഷേപിക്കാനും ആളുകളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രയോഗങ്ങൾ നടത്താനും മടിയില്ലാതായിക്കൊണ്ടിരിക്കുന്ന ആലിമീങ്ങളുടെയും ജാഹിലീങ്ങളുടെയും കാലഘട്ടത്തിൽ ഒരല്പനേരത്തേക്കെങ്കിലും ഇരുന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ആനയിക്കപ്പെടുന്ന സമയത്ത് അണികളായി പടച്ച റബ്ബിന്റെ മാലാകമാർ ശിക്ഷ നടപ്പിലാക്കാൻ നിൽക്കുന്ന സമയത്ത് ആ റബ്ബിന്റെ കോടതിയിൽ ഹശർ എന്ന മൈതാനിയിൽ ലോകത്തിന്റെ സൃഷ്ടാവിന് ഇഷ്ടപ്പെട്ട എന്തുമായിട്ടാണ് ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുക എന്ന് എപ്പോഴെങ്കിലും സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു നല്ല വിശ്വാസം, ഒരു നല്ല കുടുംബം, ഒരു നല്ല സാമ്പത്തികം, എന്തിന് ഒരു നല്ല സ്വഭാവം, ഇതിലേത് ചോദ്യത്തിനാ റബ്ബിന്റെ മുൻപിൽ എനിക്കും നിങ്ങൾക്കും ഉത്തരമുണ്ടാവുക? ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മാനമുട്ട വികസനത്തിന്റെയും കണ്ടുപിടുത്തത്തിന്റെയും കോളിളക്കം സൃഷ്ടിക്കുന്ന ആധുനിക കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നാടും നഗരങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാ. ഒരു കാലത്ത് അത്ഭുതത്തോടെ കെട്ടിരുന്ന പലതും ഇന്ന് നമ്മൾ കൺമുൻപിൽ കാണാൻ തുടങ്ങി, അല്ലേ? ഏകദേശം 10-40 കൊല്ലങ്ങൾക്ക് മുൻപ്, 20-25 കൊല്ലങ്ങൾക്ക് മുൻപ് തളപ്പാടിയിലും ഉള്ളാളിലുമുള്ള ഏതെങ്കിലും ഒരു സാധു ചെറുപ്പക്കാരൻ വിദേശത്ത് പോയാൽ നാട്ടിലുള്ള വിവരമറിയണമെങ്കിൽ അവൻ 1 മാസം കാത്തിരിക്കണം. ആ കാലഘട്ടത്തിൽ വിദേശത്ത് പോയ ആളുകളോട് ചോദിച്ചാൽ മതി,
ഒരു കത്തങ്ങെത്തണമെങ്കിൽ, ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിന്റെ വേദന കടല് കടക്കണമെങ്കിൽ 1 മാസമെടുക്കും. ആ പെൺകുട്ടിയുടെ മനസ്സിന്റെ വേദന മാറ്റാൻ പ്രവാസ ലോകത്ത് നിന്നും ചെറുപ്പക്കാരെ എഴുതി വിടുന്ന കത്ത് നാട്ടിലെ പെൺകുട്ടിയുടെ മനസ്സിലെത്താൻ 1 മാസമെടുക്കും. ആ കത്തെഴുതുന്ന കാലഘട്ടത്തിൽ നിന്നും ആളുകൾ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി ഫോൺ എന്ന സംവിധാനം വരുന്നുണ്ട് പോലും നമുക്ക് സംസാരിക്കാൻ പറ്റും. വർഷങ്ങൾക്ക് ശേഷം ഫോൺ വന്നു. 5ഉം 6ഉം വീടുകൾക്കപ്പുറത്തുള്ള ലാൻഡ് ലൈൻ ഫോണുകൾ. പ്രവാസ ലോകത്തുള്ള പലരും കാത്തിരുന്നു. 4ഉം 5ഉം വീടുകൾക്കപ്പുറത്തുള്ള വീട്ടിൽ ചെന്നിരുന്ന് പണക്കാരന്റെ വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ തന്റെ പ്രിയതമന്റെ വാക്ക് കേൾക്കാൻ രാത്രി ഉറക്കമൊഴിച്ച് കാത്തിരുന്ന പെൺമക്കളും ആ ഭർത്താക്കന്മാരും ഈ കൂട്ടത്തിലുണ്ട്. അന്നും ചിലർ പറഞ്ഞു, ഒരുപക്ഷെ ഓരോരുത്തർക്കും നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് ഫോൺ വിളിക്കാൻ സംസാരിക്കാനുള്ള ഒരു കണ്ടുപിടുത്തം വരാൻ ചാൻസ് ഉണ്ട്. വന്നു. എത്രത്തോളം? നിൽക്കുകയും കിടക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് മാത്രമല്ല, പ്രവാസ ലോകത്ത് സൗദി അറേബ്യയിലും അതല്ലെങ്കിൽ ദുബായിന്റെ ഭാഗങ്ങളിലും സ്വന്തം ബെഡിൽ ചെരിഞ്ഞു കിടക്കുന്ന ചെറുപ്പക്കാരന് നാട്ടിൽ ബെഡിൽ കിടക്കുന്ന പെണ്ണിനെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന, നിമിഷ നേരം കൊണ്ട് തന്റെ കയ്യിലുള്ള പണത്തിന്റെ ഭൂരിഭാഗവും നാട്ടിലെ പെണ്ണിന്റെ അക്കൗണ്ടുകളിലേക്ക് 1 സെക്കൻഡ് കൊണ്ട് അയച്ചു കൊടുക്കാൻ പറ്റുന്ന ആധുനികതയുടെ കണ്ടുപിടുത്തത്തിന്റെ ഉന്നത രംഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാ. പക്ഷേ ആ കണ്ടുപിടുത്തങ്ങളൊന്നും മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല. അവന്റെ പുരോഗതിയെ, സ്വഭാവ രംഗത്തുള്ള മാറ്റത്തിനൊന്നും കാരണമാകുന്നില്ല എന്നുള്ളതും വസ്തുതയാ. അതുകൊണ്ടല്ലേ ഇപ്പോഴും കേരളത്തിന്റെ മുഖമൂലകളിൽ ആഭിചാരങ്ങളും മന്ത്രങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. മരിച്ചു വീണ ഭർത്താവിന്റെ മയ്യത്ത് 3 മാസം കാത്തുവെച്ചത് യൂറോപ്യൻ രാജ്യത്തിലല്ല, കേരളത്തിന്റെ മണ്ണിലാ. എന്റെ ഷെയ്ഖിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ആ ഷെയ്ഖിന്റെ മുരീദാണെന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവിന് ജീവൻ തിരിച്ചു കിട്ടുമെന്ന വിശ്വാസത്തോടുകൂടി മരിച്ചുപോയ ഭർത്താവിന്റെ മയ്യത്ത് വീട്ടിന്റെ അടുക്കളപ്പുറത്ത് താങ്ങിവെച്ചത് മുസ്ലിം കുടുംബത്തിലെ പെൺമക്കളും പെൺകുട്ടികളുമാ. എന്തിനേറെ, ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂരിന്റെ തെരുവോരങ്ങളിൽ മാരകമായ അപസ്മാരം ബാധിച്ച്, ചുഴലി ബാധിച്ച് സ്വന്തം കുടുംബത്തിൽ പലതവണ ബോധം കെട്ട് വീണിട്ടും ഒരു വാപ്പാന്റെ ഉമ്മാന്റെ മനസ്സലിഞ്ഞിട്ടില്ല. നാട്ടിലുള്ള പള്ളിയിലെ ഉസ്താദിന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മന്ത്രിച്ചൂതി കൊടുത്ത ഏലസും കെട്ടി അതേ പള്ളി മിനാരത്തിന്റെ ചുവട്ടിൽ സ്വന്തം വാപ്പാന്റെ മടിയിൽ കിടന്ന് പെൺകുട്ടി പനിയും ബാധിച്ച് ചൊരയും ബാധിച്ച് മരിച്ചു വീണപ്പോ കാലഘട്ടത്തിലേക്ക് എത്രയൊക്കെ ഇസ്ലാഹി പ്രവർത്തനങ്ങളും ലോകത്തിന്റെ സൃഷ്ടാവിന്റെ പുരോഗമനവാദങ്ങളും ഈ മുസ്ലിം സമൂഹത്തിലേക്ക് ഇറക്കി അവരെ സമുദ്ധരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും, കാലം എത്ര പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യരുടെ മനസ്സുകൾ ഇപ്പോഴും അന്ധകാരത്തിലാ. അതിന്റെ തെളിവ ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടവൂരിൽ പിടിച്ചിറക്കി ആ ഫ്ലൈറ്റുകാരന് ഗുണദോഷിച്ചു വിട്ട ഷെയ്ഖുനാന്റെ കഥ കേൾക്കുമ്പോ തക്ബീർ ചൊല്ലുന്നത് മുസ്ലിമീങ്ങളാ. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി എന്റെ ഷെയ്ഖിന്റെ കറാമത്തിന്റെ കഴിവ് കൊണ്ട് എന്റെ ജാറത്തിന്റെ മുൻപിലൂടെ പോകുന്ന തീവണ്ടിക്ക് ഇത്ര സ്പീഡ് പാടില്ലെന്ന് ബോധ്യപ്പെടുത്തിയപ്പോ പൈലറ്റ് പോലും അല്ലെങ്കിൽ അത് ഓടിക്കുന്നവൻ പോലും അത്ഭുതപ്പെടുമാറ് ഷെയ്ഖിന്റെ ഭാഗത്തെത്തുമ്പോ ആ തീവണ്ടിക്ക് താനെ സ്പീഡ് കുറയുന്നെന്നും അത് ഷെയ്ഖിന്റെ കറാമത്താണെന്നും പഠിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കെട്ടുകഥകളും ഇന്നും സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ കാലങ്ങളും നഗരങ്ങളും മനുഷ്യന്റെ ജീവിതവും മാത്രമേ പുരോഗമിച്ചിട്ടുള്ളൂ. ആ പുരോഗമനം മനുഷ്യന്റെ വിശ്വാസത്തിലേക്ക് കയറി വരുന്നില്ല, ചിന്തിക്കുന്നില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പോലും ഏറെ അപകടകരമായ, സങ്കടപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന വാർത്തകളാ. ഇന്ന് നേരം വെളുത്തത് കേരളക്കര ഞെട്ടുന്നൊരു വാർത്തയുമായിട്ടാ. നിങ്ങളിൽ എത്ര പേരത് വായിച്ചിട്ടുണ്ട് എന്നെനിക്കറിയില്ലെങ്കിലും സൂചിപ്പിക്കുകയാ. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ചുരത്തിനടുത്ത അടിവാരത്ത് 2ാമത്തെ വയസ്സിൽ ആ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയി ആ സാധു മകന്റെയും ആ പെണ്ണിന്റെയും ഭർത്താവും വാപ്പയും. പിന്നീട് തന്റെ 2 വയസ്സുള്ള മകനു വേണ്ടി അടുക്കളപ്പുറത്ത് ജോലി ചെയ്ത് കണ്ടവന്റെ എച്ചിലും വാരി ആ ഉമ്മ കുടുംബത്തെ പോറ്റി. ആകെയുള്ള ആൺതരിയെ പഠിപ്പിച്ച് 10ാം ക്ലാസ്സുകാരനാക്കി നല്ല വിദ്യാഭ്യാസം നേടിക്കൊടുത്തു. 10ാം ക്ലാസ് പാസ്സായ മകനെ പേരുകെട്ടൊരു കോളേജിൽ പലരുടെയും കാലുപിടിച്ച ആ ഉമ്മ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. പക്ഷേ ക്യാമ്പസിന്റെ കലാലയത്തിന്റെ ആലങ്ങളിലെത്തിയപ്പോ ആ മകന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി.
ആ മകൻ ലഹരിക്ക് അടിമപ്പെട്ടു. മാരകമായ ലഹരി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ആ കുടുംബത്തിലെ ചെറുപ്പക്കാരൻ മാറി. പല രാത്രിയും പകലും ഉമ്മാനെ തല്ലാൻ തുടങ്ങി. ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ പോലും അഴിച്ചിട്ടവൻ തെരുവിലൂടെ ഓടി ആ കുടുംബത്തെ സങ്കടപ്പെടുത്താൻ തുടങ്ങി. ആ കുടുംബത്തിന് വേണ്ടി ഒരായുസ് മുഴുവൻ ചോര നീരാക്കിയ ഉമ്മ ക്യാൻസർ എന്ന രോഗത്തിന് അടിമപ്പെട്ട് അതിന്റെ ഓപ്പറേഷനും ചികിത്സയുമായി വീട്ടിൽ കഴിയുമ്പോ ഇന്നലെ വൈകുന്നേരം 2:30 മണിക്ക് കഞ്ചാവിന്റെ ലഹരിയിൽ തന്റെ 19 വയസ്സുള്ള മകൻ തന്റെ ഉമ്മായെ കറിക്കത്തി കൊണ്ട് വെട്ടിക്കൊന്നു. അറുത്തുമാറ്റുന്ന രീതിയിൽ അവന്റെ ഉമ്മാന്റെ തലവൻ വെട്ടിമാറ്റി. എന്നിട്ടും ലഹരി ബാധിച്ച് ആ കുടുംബത്തിന്റെ ഉള്ളിലൂടെ വെപ്രാളപ്പെട്ട് പരക്കം പായുമ്പോ നാട്ടുകാര് പിടിച്ചുകെട്ടി പോലീസിൽ ഏൽപ്പിച്ചു. ഇന്ന് നേരം വെളുത്തപ്പോ തെളിവെടുപ്പിന് കൊണ്ടുവന്നവനോട് ആദ്യമായി മജിസ്ട്രേറ്റ് ചോദിച്ച ചോദ്യം, മോനെ, നീ എന്തിനാ നിന്റെ ഉമ്മാനെ കൊന്നത്? വളരെ പുച്ഛത്തോടെ ആ ചെറുപ്പക്കാരന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, എന്നെ ജനിപ്പിച്ചതിന്റെ കടം ഞാൻ തിരിച്ചു കൊടുത്തതാ. ഇന്നും കേരളത്തിലെ മുഖ്യധാര പല മാധ്യമങ്ങളും മീഡിയകളും ആ വാക്കിന്റെ പിന്നാലെ സങ്കടപ്പെട്ടോടുകയാ. നാട്ടിൽ ലിബറലിസം വളർത്താനും ആണും പെണ്ണും കുത്തഴിഞ്ഞ് ജീവിക്കാനും പരസ്പരം കെട്ടിപ്പിടിച്ച് മലക്കം പറയാനും അനുവാദം കൊടുത്തിരുന്ന നവലിബറലുകൾ പോലും ആ ചെറുപ്പക്കാരന്റെ മറുപടിക്ക് മുൻപിൽ നെഞ്ചുപൊട്ടി കരയുന്നുണ്ടെങ്കിൽ ഇത് കേവലം ഒരു 19 വയസ്സുകാരനെ മാത്രം സ്വാധീനിക്കുന്ന വിഷയമല്ല. ഇന്ന് കേരളത്തിലെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ലാഭം കൊയ്യുന്ന 2 ബിസിനസ്സുകൾ, ഒന്ന് അരുതാലയങ്ങളായ ആശുപത്രികളും 2 മനുഷ്യന്റെ ലഹരിയുമാണെന്ന് കാലം നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു. എന്തിനേറെ, ഇക്കഴിഞ്ഞ ദിവസം പോലും ഒരു പാവപ്പെട്ട പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. കാരണം ഒരുപാട് സ്വപ്നം കണ്ട് കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച പെൺകുട്ടി ആദ്യ രാത്രിയിൽ തിരിച്ചറിഞ്ഞ സത്യം, എന്റെ ഭർത്താവിന് എന്നെയൊന്ന് തൊടണമെങ്കിൽ, സ്പർശിക്കണമെങ്കിൽ, അത് വിറയലില്ലാതെ തൊടണമെങ്കിൽ അദ്ദേഹത്തിന് അല്പം മദ്യം അകത്തേക്ക് ചെല്ലണം. മകന്റെ വിദ്യാഭ്യാസം മാത്രം കൺമുൻപിൽ ലക്ഷ്യം വെച്ച് അന്യനാട്ടിൽ വിട്ട് പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് പോലും ആ മകന്റെ ദുസ്വഭാവം അറിയില്ല. ആദ്യ രാത്രിയിൽ അലമാരക്കുള്ളിൽ നിന്നും കുപ്പിയെടുത്ത് വായിലേക്ക് കമത്തി തന്റെ പെണ്ണിന്റെ ശരീരം ഭോഗിക്കാൻ ഇറങ്ങുന്നവന് മുൻപിൽ നെഞ്ചുപൊട്ടി കരഞ്ഞൊരു പെണ്ണ് 4ാമത്തെ ദിവസം ഒരു തുണ്ട് കയറിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്നും ഇക്കഴിഞ്ഞ ഹാപ്പി ന്യൂ ഇയറിന് പോലും ഓരോ നാട്ടിലെയും തെരുവോരങ്ങളിലും ബീച്ചുകളിലും കുടിച്ചു കൂത്താടുന്നവരുടെ കൂട്ടത്തിൽ 80% പെൺമക്കളാണെന്ന് കാലഘട്ടം നമ്മളെ ബോധ്യപ്പെടുത്തി തരുമ്പോ, പ്രിയപ്പെട്ടവരെ, ഈ പോക്ക് വലിയ അപകടത്തിലേക്കാ, ഏറെ ആശങ്കാജനകമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മതം പഠിപ്പിക്കേണ്ടവർ കെട്ടുകഥകളുമായി നടക്കുമ്പോ, മറുഭാഗത്ത് രാജ്യം ഭരിക്കേണ്ടവർ ഫാസിസത്തിന് ചുക്കാൻ പിടിക്കുമ്പോ, ഒരു ഭാഗത്ത് ഇസ്ലാം എന്ന മഹത്തായ ദീനിന്റെ സന്ദേശം സ്വന്തം ജീവിതം കൊണ്ട് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടപ്പോ, ആധുനികതയുടെ വക്താക്കളായി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ തലമുറയോട്, യുവാക്കളെ, നിങ്ങളോട് ഇന്ന് കേൾക്കുന്ന വാർത്തകൾ ഏറെ സങ്കടപ്പെടുത്തുന്നതും യുവാക്കളുടെ സാന്നിധ്യമാണ് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത വസ്തുതയാ. ഏത് രംഗത്തും സമൂഹത്തിന്റെ കാവലാളാവേണ്ടവർ, ഏത് നാടിനെയും പുരോഗതിയിലേക്ക് കൈപിടിക്കേണ്ടവർ, ഏത് സമൂഹത്തെയും നേരായ പാതയിലേക്ക് കൈപിടിച്ച് ഈ സമൂഹത്തിന് നേർവഴി കാണിച്ചു കൊടുക്കേണ്ടവർ യുവാക്കൾ. ആ യുവാക്കളെയും യുവതികളെയുമാണ് ഇന്ന് ലിബറലിസവും തിന്മകളും കാത്ത് സൂക്ഷിക്കുന്നതും മാടി വിളിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും. ഇവിടെയാണ് അള്ളാഹുവിന്റെ വചനം സത്യമാകുന്നതും. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. എന്റെ വാക്ക് കേൾക്കുന്ന ഓരോ യുവസമൂഹത്തോടും, യുവസമൂഹത്തിന് ജന്മം കൊടുത്ത മാതാപിതാക്കളോടും, ലഖദ് ഖലഖനൽ ഇൻസാന, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കറുത്തവനാവട്ടെ വെളുത്തവനാവട്ടെ ഈ ഭൂലോകത്തേക്ക് നിക്ഷയിക്കപ്പെട്ട ഒരു മക്കളും കാപഢ്യത്തിന്റെ വക്താക്കളല്ലായിരുന്നു. ഏറ്റവും നല്ല നൈർമല്യത്തോടുകൂടി ഏറ്റവും ഭംഗിയുള്ള ഒരു കരളിന്റെ കഷണവുമായി കൊണ്ട് ഈ ലോകത്തേക്ക് നിങ്ങളുടെ മാതാക്കൾ നിങ്ങളെ ജനിപ്പിച്ചു, നിങ്ങളെ പ്രസവിച്ചു. നിങ്ങളെ സിട്ടാവ് നിങ്ങൾക്ക് ജന്മം നൽകി. ജന്മം നൽകിയ സിട്ടാവ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ അനുഗ്രഹങ്ങളും വാരിക്കോരി നൽകുകയും ചെയ്തു. അല്ലാഹു തആല സൂചിപ്പിച്ചതുപോലെ, കുൽമാ യൗബഉബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി കൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള സർവ്വതും അള്ളാഹു ഒരുക്കി തന്നു. നിങ്ങളെങ്ങാനും റബ്ബിന്റെ അനുഗ്രഹം എണ്ണുകയാണെങ്കിൽ പറ്റൂല മനുഷ്യരെ നിങ്ങൾക്ക് എണ്ണാൻ. ആകാശങ്ങളിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളെ,
ആകാശങ്ങൾക്കുപരിലോകത്ത് ജീവിക്കുന്ന സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ അതിനേക്കാളേറെ ജനിപ്പിക്കുന്ന മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും ഒരു പോറലും ഏൽപ്പിക്കാതെ പുറത്തേക്ക് കൊണ്ടുവന്നവൻ നിങ്ങളുടെ നാഥന. ജനിച്ചു വീഴുന്ന നിങ്ങളെ ലോകത്തേറ്റവും കാരുണ്യത്തോടെ വാരിപ്പിടിക്കാൻ മനസ്സുകളെ കൊണ്ട് സംവിധാനിച്ച് മാതാപിതാക്കളെ ഒരുക്കി തന്നവൻ നിങ്ങളുടെ റബ്ബ. കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരുമ്മയുടെ നെഞ്ചും കൂടിന്റെ ഉള്ളിലേക്ക് അമൃതായി മുലപ്പാൽ എന്ന മഹാകാരുണ്യം ലോകത്തൊരു ഏതെങ്കിലും ഒരു സിട്ടാവിന്, ലോകത്തേതെങ്കിലും ഒരു പ്രൊഡക്റ്റുകാരന് ഇന്നും കണ്ടെത്താനാവാത്ത രുചിയുടെ, കണ്ടെത്തലുകളുടെ, പ്രോട്ടീന്റെ, പോഷകത്തിന്റെ അമൃതെന്ന മുലപ്പാലുകൾ നിങ്ങളുടെ ചുണ്ടുകളിലേക്ക് ഏൽപ്പിച്ചു തരാൻ അള്ളാഹു ഒരുക്കി തന്ന അനുഗ്രഹം. പകലന്തിയോളം കഷ്ടപ്പെട്ട് കുടുംബത്തിന്റെ ഭാരം നെഞ്ചിലേറ്റി നിങ്ങൾക്ക് വേണ്ടി ആയുസ് നീക്കിവെച്ച ഒരു വാപ്പാന്റെ തണൽ, നിങ്ങൾക്ക് കാണാനുള്ള കണ്ണ്, കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള നാവും ചുണ്ടും, ചവച്ചരയ്ക്കാനുള്ള പല്ലുകളും, ആ ചവച്ചരയ്ക്കുന്ന ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാനുള്ള ആമാശയവും, ആവശ്യമുള്ളത് ശരീരത്തിലേക്കും ആവശ്യമില്ലാത്തത് വിസർജകഭാഗത്തേക്കും നിങ്ങൾക്ക് വേണ്ടി ശരീരം സംവിധാനിച്ചു തന്ന റബ്ബ്, നിങ്ങൾക്ക് നടക്കാൻ, നിങ്ങൾക്കിരിക്കാൻ എന്തിനേറെ മനുഷ്യരെ ശരീരത്തിന്റെ 13 ലക്ഷം നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളെയും ക്രോമസോമുകളെയും സംവിധാനിച്ച് സൃഷ്ടിച്ച റബ്ബ് ഓരോ സെക്കൻഡിലും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നിങ്ങളുടെ ഞരമ്പുകളിലൂടെ കുതിച്ചു ചാടുന്ന രക്തത്തെ കരളെന്ന മഹാസൗഭാഗ്യത്തിലൂടെ ശുദ്ധീകരിച്ച് ശരീരത്തിന്റെ പല ഭാഗത്തിലേക്കും കൊണ്ടു നടന്ന് നിങ്ങൾക്ക് ജീവിതം തന്ന നിങ്ങളുടെ സൃഷ്ടാവ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, എത്ര മനോഹരമായിട്ടാ നമ്മളെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതേ മനുഷ്യനതാ സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, നിന്ദ്യരിൽ നിന്ദ്യനായി നികൃഷ്ടരിൽ നികൃഷ്ടനായി മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന്ന് വരെ മുട്ടത്തോടിൽ നിന്നും പുറത്തു വന്നൊരു കോഴിക്കുഞ്ഞിനെ പൂവൻ കോഴി ബലാത്സംഗം ചെയ്തിട്ടില്ല. ആ കോഴിക്കുഞ്ഞിനോട് മോശമായി പെരുമാറിയിട്ടില്ല. ലോകത്തിന്ന് വരെ ജനിപ്പിച്ച തള്ളയെ കുത്തിക്കൊല്ലാൻ ഒരു മക്കളും തയ്യാറായിട്ടില്ല. ലോകത്തിന്ന് വരെ ഒരു പശുക്കുട്ടിയെയും തന്റെ മാതാവ് ഏതെങ്കിലും അർത്ഥത്തിൽ കാളക്കൂറ്റന്റെ മുൻപിലേക്ക് ഇട്ടുകൊടുത്തിട്ടില്ല. കാളക്കൂട്ടൻ പശുക്കുട്ടിയെ തെരഞ്ഞു വന്നിട്ടില്ല. പക്ഷെ ഇന്ന് 21 വയസ്സുകാരൻ 4 വയസ്സുകാരിയെ പീഡിപ്പിക്കുന്നു. 30 വയസ്സുകാരൻ സ്വന്തം മാതാവിന്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. 30ഉം 35ഉം വയസ്സുള്ള ചെറുപ്പക്കാരനും ചെറുപ്പക്കാരികളും കുത്തഴിഞ്ഞ ജീവിതത്തിന്റെ രസങ്ങളിലേക്ക് തന്റെ ജീവിതം കൊണ്ടുപോകുന്നു. അവിടെ ആ റബ്ബിന്റെ വാക്ക് തീർച്ചയായും സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, നിന്ദ്യരിൽ നിന്ദ്യനായി നികൃഷ്ടരിൽ നികൃഷ്ടനായി അവൻ മാറുന്നു. മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറയുന്നു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. ലോകത്ത് മറ്റൊരാളെയും നിങ്ങൾ സാക്ഷി പിടിക്കണ്ട, മനുഷ്യന്റെ ഏറ്റവും വലിയ സാക്ഷി അതേ മനുഷ്യൻ തന്നെയാണെന്ന് റബ്ബ് ഓർമ്മപ്പെടുത്തുന്നു. ഈ ഒരവസ്ഥയിൽ നിന്നും ഈ സമൂഹത്തെ നമുക്ക് മാറ്റിയേ മതിയാകൂ. കാരണം ഇതൊരു സാമൂഹിക പ്രശ്നമാ. ഇതൊരു സമൂഹത്തെയും സമുദായത്തെയും മാത്രം അല്ല ബാധിക്കുന്നത്, ഒരു സമൂഹത്തെ, ആ സമൂഹത്തെ ഒന്നായി ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഒരു സമൂഹത്തെ നന്മയിൽ എത്തിക്കണമെങ്കിൽ ആ യുവസമൂഹം നന്മയിലേക്ക് എത്തിയേ മതിയാകൂ. അവര് വഴിതെറ്റിയോ സമൂഹം നശിച്ചിരിക്കും. ഒരു യൗവനം നശിക്കുന്നുണ്ടോ സമൂഹം നശിച്ചിരിക്കും. അതുകൊണ്ടാ രക്ഷിതാക്കളെ ലിബറലുകൾ ലക്ഷ്യം വെക്കുന്നത് പ്രായമുള്ള വയസ്സന്മാരെയല്ല. ലിബറലുകൾ ലക്ഷ്യം വെക്കുന്നത് കുടുംബിനികളായ സ്ത്രീകളെയല്ല. തലമറച്ചും ഔറത്തുമറച്ചും മുഖമക്കനയിട്ടും വീട്ടുനിറങ്ങുന്ന ഉമ്മാന്റെ മക്കള് കണങ്കാലിന്റെ മേലേക്ക് പാന്റും അരമുതൽ തായോട്ട് കീറുന്ന ചുരിദാറും ശരീരത്തിന്റെ ഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്ന ബനിയൻ ക്ലോത്തും ചുണ്ടിലും കണ്ണിലും തലയിലും വ്യത്യസ്ത വേഷം കെട്ടുന്ന ചായം പൂശുന്നവരുണ്ടെങ്കിൽ അവര് ലക്ഷ്യം വെക്കുന്നത് തലമുറകളെയാ. ഇന്ന് ഇതിന്റെ കൂട്ടത്തിലിരിക്കുന്ന പ്രായമുള്ള വാപ്പാരെ അല്ല ലിബറലുകൾ ലക്ഷ്യം വെക്കുന്നത്. കുടുംബത്തിന്റെ ഭംഗിയാവേണ്ട, നാളെ കുടുംബത്തിന്റെ ഭാരമേറ്റെടുക്കേണ്ട ചെറുപ്പക്കാരനെയാ. അതുകൊണ്ടാ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് കുത്തിവെച്ചത് എന്ത്? ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കുത്തുന്ന മുണ്ടും നാവിനടിയിൽ തിരുകലും ഞരമ്പുകളിലേക്ക് കുത്തിത്തായ്ത്തലും ആണത്തമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു അല്ലേ? അതുകൊണ്ടല്ലേ മക്കളെ വയലൻസുകൾ സ്വാധീനിക്കുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും മക്കളെ സ്വാധീനിക്കുന്ന വയലൻസിലേക്ക് മീഡിയകളും യൂട്യൂബർമാരും നമ്മളെ മക്കളെ കൊണ്ടുപോയിട്ടില്ലേ?
അതുകൊണ്ടല്ലേ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന യൂട്യൂബറെ പോലീസ് തടഞ്ഞപ്പോ 8ഉം 10ഉം വയസ്സുള്ള ആൺമക്കളും പെൺമക്കളും സോഷ്യൽ മീഡിയയിൽ എഴുതി കേരളം ഞങ്ങൾ കത്തിക്കും. ഇതൊരു സംസ്ഥാനത്തിന്റെ വിഷയമല്ല. അത്രയേറെ നമ്മളെ മക്കളെ വയലൻസുകൾ സ്വാധീനിക്കുന്നു. മീഡിയകളിലൂടെയും സിനിമകളിലൂടെയും വയലൻസിന് പ്രാധാന്യം കൊടുത്ത് കൊല്ലലും കൊള്ളിവെക്കലും ഗുണ്ടാപ്പണിയും ഇതൊക്കെ ഹരമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സമുദായത്തെയും സമൂഹത്തെയും യൗവനങ്ങളെയും സമുദ്ധരിക്കാൻ പലരും ഈ ലോകത്തേക്ക് കയറി വന്നു. പലരും പല കോലത്തിലും വേഷം കെട്ടി യുവാക്കളെ കൈപ്പിടിയിലാക്കാൻ. പക്ഷെ അവർക്കൊക്കെ ഒരു അജണ്ടയുണ്ടായിരുന്നു, രാഷ്ട്രീയം എന്ന അജണ്ട. രാഷ്ട്രീയക്കാരന്റെ ചട്ടുകങ്ങളാക്കി പലരെയും. കലാലയങ്ങളിലെ ക്യാമ്പസുകൾ പേനക്കത്തി കൈമൽ കൊടുത്ത് സഹപാഠിയുടെ മുതുക്കത്ത് പേനക്കത്തി കൊണ്ട് ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചു. സഹപാഠിയുടെ മാറുകളിലേക്ക് കമ്പിപ്പാരകൾ കുത്തിത്താഴ്ത്തിയതിന്റെ പരിണിതഫലം ക്യാമ്പസുകൾ ചോരക്കളമായി മാറി. റോഡുകൾ ബ്ലോക്ക് ചെയ്തും ബസ്സിന് കല്ലെറിഞ്ഞും മറ്റു പല രീതിയിലും സാന്നിധ്യം അറിയിക്കുന്ന രാഷ്ട്രീയക്കാരന്റെ കോലങ്ങളാവാൻ അവർ യൗവനങ്ങൾ ഉപയോഗപ്പെടുത്തിയപ്പോ രാഷ്ട്രീയമാണ് ആവേശമെന്ന് തെറ്റിദ്ധരിച്ച് പലരും രാഷ്ട്രീയക്കാരന്റെ പിന്നാലെ പോയി. ഇപ്പം അടിയും കുത്തും വെട്ടും കൊണ്ട് കയ്യും കാലുമില്ലാതെ ജീവന്റെ പാതിയുമായി ജീവിക്കുന്നു നൂറുകണക്കിന് ചെറുപ്പക്കാർ. മറ്റു ചിലരാവട്ടെ മക്കളെ കൈപിടിച്ചു കൊണ്ടുപോയത് മതനിരാസതയിലേക്കായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നതും മതനിഷേധം, യുക്തിവാദം. അവര് സമൂഹത്തെ പഠിപ്പിക്കാൻ തുടങ്ങി, മക്കളെ നിങ്ങളെ ചതിക്കുന്നത് മതമാണെന്ന്. അതിനവരെടുത്തു കാണിക്കുന്നത് എന്താ? ഏതോ ദാമ്പത്യ ജീവിതത്തിന്റെ പൊളിഞ്ഞ ഭാഗങ്ങൾ എടുത്തു കാണിച്ചു. പല സിനിമാ നടന്മാരുടെയും ജീവിതം പൊളിഞ്ഞു പോയത് ഉയർത്തിക്കാണിച്ച് പെൺമക്കളോട് പറഞ്ഞു, ഒരിക്കലും കല്യാണം കഴിക്കാൻ നിൽക്കരുത്, പഠിക്കണം, പഠിച്ച് ജോലി വാങ്ങണം, സ്വന്തം കാലിൽ നിൽക്കണം, എന്നിട്ട് ആണിനെ ഭരിക്കണം. ആ ഫെമിനിസ്റ്റ് ചിന്താഗതി മക്കളുടെ മനസ്സിൽ കുത്തിവെച്ചപ്പോ അവർക്ക് വിവാഹമേ വേണ്ടെന്നായി. 22ഉം 24ഉം 25ഉം 28 വയസ്സായിട്ടും പഠിക്കട്ടെ പഠിക്കട്ടെ എന്ന കാരണം പറഞ്ഞ് വൈവാഹിക ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്ന പെൺമക്കളും അതിനേക്കാളേറെ ആൺമക്കളോടും പഠിപ്പിച്ചപ്പെട്ടു, നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഏറ്റവും ഭംഗി ആധുനികതയുടെ രസത്തിനനുസരിച്ച് തിന്നും കുടിച്ചും ജീവിക്കാനുള്ളതാ. ആരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങാനല്ല ജീവിതം. പാറി നടക്കും പറവകളൊന്നും വേളി കഴിച്ചിട്ടും കുടുംബം നടത്തിയിട്ടും അല്ലല്ലോ. അതുകൊണ്ട് തിന്നാൻ തോന്നുമ്പോ തിന്നണം, കുടിക്കാൻ തോന്നുമ്പോ കുടിക്കണം, രമിക്കാൻ തോന്നുമ്പോ രമിക്കണം. അതുകൊണ്ട് തന്നെ ആണും പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലൊന്നും അത്ര വലിയ കുറ്റമല്ലെന്ന ധാരണയിലേക്ക് യുവാക്കളെയും അവർ കൊണ്ടെത്തിച്ചു. ഈ ഒരു മഹാപാതകത്തിലേക്ക് പലരും നമ്മളെ മക്കളെ കൊണ്ടുപോകുമ്പോ അവരെ തിരുത്താനും നേർവഴിക്ക് നടത്താനും ഇന്ന് ലോകത്ത് ഒരു മതവും ഒരനുയായികളും മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും ആ ഖുർആൻ മുൻപോട്ട് വെക്കുന്ന ദീനുൽ ഇസ്ലാമും. അതുകൊണ്ട് തന്നെയാ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതും എവിടെയാണ് രക്ഷ? ആരാണ് ഈ സമൂഹത്തെ മാറ്റേണ്ടത്? എവിടെയാണ് ഈ സമൂഹത്തിന്റെ നന്മ അവർക്ക് കണ്ടെത്താൻ സാധിക്കുക? സ്വാഭാവികമായും ഏതൊരു വസ്തുവും നിർമ്മിച്ച വ്യക്തികൾക്ക് ആ സമൂഹത്തിന്റെ നന്മ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും നാളെ മംഗലാപുരം ടൗണിൽ ചെന്നിട്ടൊരു വലിയ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങാൻ തീരുമാനിച്ചു. വാങ്ങി അത് പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ അത് വാങ്ങിയ ഷോപ്പുകാരനോട് നമ്മൾ ആദ്യം പറയലെന്താ? ഇതെങ്ങനെയാ ഉപയോഗിക്കുന്നത് എന്നൊന്ന് എനിക്ക് നിങ്ങൾ കാണിച്ചു തരണം. കാരണം ഇതിലെത്ര വെള്ളം വേണം, ഇതിലെത്ര ലിക്വിഡ് വാഷിംഗ് ഒഴിക്കണം, അതല്ലെങ്കിൽ എത്ര മണിക്കൂർ ഇത് കറങ്ങണം, പോളിസ്റ്റർ ആണെങ്കിലും കോട്ടൺ ആണെങ്കിലും ഇതെത്ര മിനിറ്റ് വർക്ക് ചെയ്യണം എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം അത് നിർമ്മിച്ചവനെ അതിന്റെ ക്വാളിറ്റി അറിയൂ. ശരി, എങ്കിൽ മനുഷ്യ, നിന്നെ സൃഷ്ടിച്ച റബ്ബ് നിന്നോട് പറയുന്നു, നിന്നെ പടച്ച റബ്ബിന് നിനക്ക് കൃത്യമായൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല കാര്യം ഓർമ്മപ്പെടുത്തി. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ നാടിനോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ടെങ്കിൽ, എന്റെ വാക്ക് കേൾക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും ഈ സമൂഹത്തോടും സമുദായത്തോടും നിങ്ങൾക്ക് നീതിയും ന്യായവും ഉണ്ടെങ്കിൽ ആ മക്കളോടും ഈ കുടുംബത്തോടും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ നാട്, നമ്മുടെ നാട് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കണമെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾക്ക് ദുഃഖമോ നിങ്ങൾക്ക് സങ്കടമോ ഭയമോ നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ ഒരു വഴിയെ നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ. അത് സിനിമാ നടന്റെ വഴിയല്ല,
അത് രാഷ്ട്രീയക്കാരന്റെ വഴിയല്ല, അതേതെങ്കിലും പടച്ചുവിടുന്ന ഏതെങ്കിലും പരസ്യ മോഡലുകളുടെ വഴിയല്ല. മറിച്ച് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച സൃഷ്ടാവിന്റെ വാക്ക്, ഈ ലോകത്തെ സംവിധാനിച്ച് നിയന്ത്രിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഈ അല്ലാഹുവിന്റെ വാക്ക്, അത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല, നിങ്ങൾക്കൊരിക്കലും ഭയപ്പാടോടെ ജീവിക്കേണ്ടിയും വരികയില്ല. അതുകൊണ്ട് എന്തു വേണം? നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവ് കാണിച്ചു തന്ന മാർഗം നിങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തണം. എന്താണ് ആ മാർഗം? ആ മാർഗത്തെ പറ്റി അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, നമ്മളുടെ ജീവിതം എന്തിനാണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ചോദിക്കട്ടെ, എന്തിനാ എന്റെയും നിങ്ങളുടെയും ജീവിതം? അല്പകാലം തിന്നും കുടിച്ചും രമിച്ചും ആസ്വദിച്ചും ദുനിയാവ് കണ്ട് തിരിച്ചു പോകാനാണോ? അല്ലെങ്കിൽ കൊട്ടാര സദൃശമായ ആലീസ് മട്ടിലെ മാനേറിസ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കി നാട്ടുകാർക്ക് മുൻപിൽ ഈഗോയും പവറും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ? കളവും ചതിയും കൊള്ളയും നടത്തി പിടിച്ചു പറിച്ച പണം കൊണ്ട് മക്കളെയും കുടുംബത്തെയും രാജകീയ ജീവിതം ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? തമ്മിലടിച്ചും പോരടിച്ചും മുഖത്തോട് മുഖം നോക്കാതെയും പറഞ്ഞ സലാം മടക്കാതെയും ക്ഷണിക്കാതെയും ക്ഷണം സ്വീകരിക്കാതെയും മനസ്സിന്റെ പകയും വെറുപ്പും വിട്ടുവീഴ്ചയും കിട്ടാതെ അള്ളാഹുവിന്റെ മണ്ണിലേക്ക് തിരിച്ചു പോകാനാണോ? എന്തിനാണ് മനുഷ്യരെ ജീവിതം? അള്ളാഹു താല കൃത്യമായി പഠിപ്പിച്ച് ജീവിതം തീർച്ചയായും അള്ളാഹു ഓർമ്മപ്പെടുത്തി തരുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നതെന്ന് റബ്ബിന് അറിയാൻ വേണ്ടിയാ അള്ളാഹു നിങ്ങൾക്ക് ജീവിതം നൽകിയിട്ടുള്ളത്. എന്റെയും നിങ്ങളുടെയും ജീവിതം അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത് ആരാണ്? ഫമൻ അഹ്സനു ഖൗല, ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത്, ഏറ്റവും നല്ല പ്രവർത്തനങ്ങളുമായി അള്ളാഹുവിന്റെ അരികിലേക്ക് പോകുന്നത് എന്ന് റബ്ബിന് പരീക്ഷിക്കാൻ, റബ്ബിനറിയാൻ. അതിനാ പടച്ചോൻ നിങ്ങളെ സൃഷ്ടിച്ച് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച്. എനിക്കും ഇങ്ങൾക്കും വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് അവനവന്റെ കുടുംബം മാത്രം നോക്കുക, നമ്മൾ കുറെ സമ്പാദിച്ച് പുരണ്ടാക്കുക, ആ വീടിങ്ങനെ വലുതാക്കുക, വാഹനം ഒന്ന് മാറ്റുക, സൗകര്യത്തിനും പവറിനും അനുസരിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നല്ല അടിപൊളിയിൽ ജീവിക്കുക അല്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നമ്മളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നമ്മളിൽ എത്ര പേർക്ക് നമ്മളെ ഉത്തരവാദിത്തത്തെ പറ്റി ബോധ്യമുണ്ട്? നമ്മളിൽ എത്ര പേര് നമ്മളുടെ ബാധ്യതയെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? ഇപ്പോഴും നഷ്ടപ്പെട്ടതിനെ പറ്റി സങ്കടപ്പെടുകയല്ലാതെ അള്ളാഹു തന്ന ഉത്തരവാദിത്തത്തെ പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു ഉദാഹരണമായിട്ട്, ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കണ്ണൂര് ബീച്ചിന്റെ അരികിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാൻ വന്നു. ആയ കാലത്ത് കുറെ കുടിച്ചും രമിച്ചും ആസ്വദിച്ചും ജീവിച്ചു. നാട്ടുകാർക്കൊക്കെ വലിയ തലവേദനയായിരുന്നു. പിന്നീട് അവൻ എന്തോ ബന്ധത്തിൽപ്പെട്ടു, ഏതോ പെണ്ണുമായിട്ടുള്ളൊരു ബന്ധത്തിൽപ്പെട്ടു. അവസാനം ആ പെണ്ണും അവനെ തേച്ചുപോയി. നിരാശ മനസ്സിനെ സ്വാധീനിച്ചപ്പം അവൻ തീരുമാനിച്ചു ആത്മഹത്യ ചെയ്യാം. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കണ്ണൂരുള്ള ഒരു വലിയ ബീച്ചിന്റെ അരികിലുള്ള വലിയൊരു പാറക്കെട്ടിന്റെ മുകളിലേക്ക് അവൻ കയറി നിന്നു. താഴെ കുത്തിയൊലുകുന്ന അതല്ലെങ്കിൽ ആർത്തുവരുന്ന തിരമാലകളിലേക്ക് ചാടാൻ കാത്തിരിക്കുമ്പോ അവന് കാണാൻ സാധിച്ചു, ആ ചെറുപ്പക്കാരൻ തന്നെ രേഖപ്പെടുത്തിയതാ ഒരു സപ്ലിമെന്റിൽ ആ ചെറുപ്പക്കാരന്റെ വാക്കുണ്ടായിരുന്നു. താഴേക്ക് നോക്കുമ്പം കാണുന്നത് ഏതോ അങ്കനവാടിയിൽ നിന്നും വിനോദയാത്രക്ക് വന്ന കുട്ടികളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി ആ തിരമാലയിൽപ്പെട്ട് വെള്ളം കുടിച്ച് മരണവെപ്രാളം കാണിക്കുന്നത് അവൻ കണ്ടു. പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് അവൻ എങ്ങനെയൊക്കെയോ ചാടി താഴെ ഇറങ്ങി, ഓടിച്ചെന്ന് തിരമാലകളിലേക്ക് എടുത്തു ചാടി ആ കുഞ്ഞിനെ വാരിയെടുത്ത് രക്ഷപ്പെടുത്തി കരയിലേക്ക് വന്ന് ആ കുഞ്ഞിന്റെ ശരീരത്തിലുള്ള മണലുകളും വയറമർത്തി വെള്ളവും പുറത്തേക്ക് തള്ളി ആ കുഞ്ഞ് കണ്ണു തുറന്ന് അമ്മയുടെ കൈകളിലേക്ക് വന്നുമ്പോ അതുവരെ നെഞ്ചു പൊട്ടിക്കരഞ്ഞ മാതാവ് തന്റെ പൈതലിനെ നോക്കാതെ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു പോലും, മോനെ എന്നെ പടച്ചോൻ കൊണ്ടുവന്നതാ അവിടെ, എന്നെ പടച്ചോൻ കൊണ്ടുവന്നതാ അവിടെ. ആ അംഗനവാടിയിൽ നിന്നും വന്ന 40 രക്ഷിതാക്കളും 40 പേരും സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി പുഞ്ചിരിച്ച് ആ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ച് തിരിച്ചു പോകുമ്പോ പിന്നീട് ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ എഴുതുന്നു, അന്നെനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ ഒരിക്കലും
എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്ന്. എന്നെ കാത്തിരിക്കുന്ന വലിയൊരു സമൂഹമുണ്ടെന്ന്. മറ്റൊരാളുടെ മുഖത്ത് നമ്മൾ വരുത്തുന്ന പുഞ്ചിരിയും മറ്റൊരാൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന നന്മയുമാണ് നമ്മളെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമാധാനമെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അന്നു മുതൽ പിന്നീട് എൻ്റെ മനസ്സിലുള്ളത് ഒരാളുടെ കണ്ണുനീര് തുടയ്ക്കാനും അവർക്ക് നന്മയിലേക്ക് എത്താനും എന്നെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന് ചിന്തിച്ച് പരക്കം പാഞ്ഞ് എന്നെ കൊണ്ട് സാധ്യമാകുന്ന പലതും ഞാൻ ചെയ്തു കൊടുക്കുമ്പോ എന്റെ കാമുകുടിയോടൊപ്പം കുടിച്ചു കൂത്താടി നടന്ന കാലഘട്ടത്തെക്കാൾ കൂടുതൽ എനിക്ക് ആനന്ദവും സമാധാനവും തന്നത് എന്റെ നന്മ പ്രവർത്തിക്കുന്ന കാലത്തായിരുന്നു. ഞാൻ ചെയ്ത നന്മ ഒരാളുടെ മുഖത്തുണ്ടാക്കുന്ന പുഞ്ചിരിയിലായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സമാധാനം കണ്ടെത്താൻ സാധിച്ചതെന്ന് ആ ചെറുപ്പക്കാരൻ അടിവരയിട്ട് പറയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവാക്കളെ, നമ്മളെ കൊണ്ടൊരു സമൂഹത്തിനുണ്ടായ നേട്ടം എന്താ? നമ്മളെ കൊണ്ട് നമ്മളെ നാടിനുണ്ടായ മാറ്റങ്ങൾ എന്താ? നമ്മളെ കൊണ്ട് നമ്മളെ ദീനിനുണ്ടായ നേട്ടങ്ങൾ എന്താ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വളർന്നു വരുന്ന ചില രക്ഷിതാക്കളും മക്കളെപ്പറ്റി അഭിമാനം കൊള്ളാറുള്ളതും മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചാ. വേണ്ട, എന്റെ വാക്കിനെ നിങ്ങൾ ദുർവ്യാഖ്യാനിക്കരുത്. പഠിക്കട്ടെ, ഉയർന്ന ജോലിയിലേക്ക് എത്തട്ടെ, സ്ഥാനമാനങ്ങൾ വാങ്ങട്ടെ. ഏകദേശം 10-26 വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു പരിപാടി മുജാഹിദ് പ്രസ്ഥാനം സംഘടിപ്പിച്ചു. അതിന്റെ പേര് പ്രൊഫഷണൽ കോൺഫറൻസ്, പ്രോഫ്കോൺ എന്നായിരുന്നു. പല ക്യാമ്പസുകളിലും അന്ന് ഇതേ രീതിയിലുള്ള തോന്നിവാസങ്ങളും ക്യാമ്പസ് ജീവിതവും നയിച്ചിരുന്ന ആ കുട്ടികൾക്കിടയിൽ മുസ്ലിം കുടുംബത്തിൽ നിന്നും വന്ന ചെറുപ്പക്കാരായ കുട്ടികളെ മാത്രം ഇരുത്തി പ്രൊഫഷണൽ കോൺഫറൻസ്, പ്രോഫ്കോൺ സംഘടിപ്പിച്ചു. 3-ാമത്തെ ദിവസം പ്രോഫ്കോൺ അവസാനിക്കുമ്പോ പല മക്കളും നെഞ്ചുപൊട്ടി കരഞ്ഞു. പലരും വാവിട്ട് നിലവിളിച്ചു. ഓരോ ഫാക്കൽറ്റികളായ പ്രാസംഗികന്റെയും കൈ പിടിച്ച്, അന്നും എം എം അക്ബർ സാഹിബിന്റെ കൈ പിടിച്ച് കരഞ്ഞ പല മക്കളും ഇന്ന് പല ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും കയറി വരുന്ന രോഗികളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്ന ഡോക്ടർമാരായിട്ട് ഇന്നും നമുക്ക് കേരളത്തിന്റെ പല അരുതാലയങ്ങളിലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും കാണാൻ സാധിക്കും. മാറ്റങ്ങൾ വരുത്താൻ ഒരു തലമുറ ഉറങ്ങിപ്പുറപ്പെട്ടാൽ, തീരുമാനിച്ചുറപ്പിച്ച് മുന്നോട്ട് പോയാൽ ഏത് സമൂഹത്തെയും തിരുത്താനും മാറ്റാനും നമുക്ക് പറ്റുമെന്ന് ഓരോ യുവാക്കളെയും ബോധ്യപ്പെടുത്തി തരുന്ന ചരിത്രം 1400 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ ഹബീബ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മക്കയിൽ ഒരു ചെറുപ്പക്കാരൻ മക്കയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പോ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ പോലും ആ ചെറുപ്പക്കാരന്റെ നോട്ടത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഭർത്താക്കന്മാർക്കിടയിൽ നിന്നും ഓടിക്കതച്ച് പുറത്തേക്ക് വരും. കാണാൻ സുമുഖൻ, സുന്ദരൻ, ദിവസം 4-5 തവണ പട്ടുവസ്ത്രം മാറ്റുന്നവൻ, ശരീരത്തിൽ പുരട്ടിയിരുന്ന സുഗന്ധം മണിക്കൂറുകളോടെ നടന്നുപോയാലും മക്കയിലെ തെരുവിലൂടെ വാസനിപ്പിച്ചിരുന്ന മനുഷ്യൻ. ആ ചെറുപ്പക്കാരൻ അല്പ ദിവസം വീട്ടിന്റെ പുറത്തിറങ്ങാതെ നിശബ്ദനായപ്പോ ഉമ്മ ചോദിച്ചു, മോനെ മിസ് അബേ, എന്താ നിനക്കൊരു സങ്കടം? ഇതുവരെ ഇല്ലാത്തൊരു നിശബ്ദതയാണല്ലോ. മിസ് അബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഉമ്മ, നിങ്ങളൊക്കെ വെറുക്കുന്ന മുഹമ്മദിന്റെ മാർഗം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. മുഹമ്മദിന്റെ മാർഗം ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു. അന്ന് വരെ മകനോട് ദേഷ്യപ്പെടാത്ത മാതാവ് പുറത്തേക്ക് വിരളി ചൂണ്ടി ഗർജിച്ചു, മോനെ, ഇനി നിന്റെ സമ്പത്ത് നിനക്കായിട്ട് ഉപയോഗപ്പെടുത്തണമെങ്കിൽ മുഹമ്മദിനെ ഒഴിവാക്കി വന്നാലേ ഈ സ്വത്ത് ഉമ്മ നിനക്കായിട്ട് നൽകൂ. തന്റെ മാതാവിനോട് തിരിച്ചൊന്നും കയർക്കാതെ ഉടുത്തിരിക്കുന്ന ഒരു ഉടുമുണ്ട് മാത്രം ഉയർത്തി കാണിച്ചിട്ട് മിസ് അബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ, ഈ ഉടുമുണ്ട് ഞാൻ എടുക്കട്ടെ? ഈ ഉടുമുണ്ട് അയച്ചിട്ടാൽ ഞാൻ നഗ്നനാണുമ്മ. ഇതല്ലാത്തതൊന്നും എനിക്ക് നിങ്ങൾ അനുവദിച്ച് നൽകേണ്ടതില്ല. ആ അനുവാദം മകന് കൊടുത്തപ്പോ തന്റെ ഉടുമുണ്ടെടുത്ത് കഴുത്തിലേക്ക് കെട്ടി ഉമ്മാന്റെ അരികിൽ നിന്നും അദ്ദേഹം നടന്നുപോയത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്കായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിച്ചിട്ട് അദ്ദേഹം കണ്ണുനീരോടെ പറഞ്ഞു, നബിയേ, അബായത്തുക ബിൽ ഇസ്ലാം, എനിക്ക് അള്ളാഹുവിന്റെ ദീനിനോട് താല്പര്യം തോന്നുന്നു നബിയേ, അങ്ങയോടൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യം തോന്നുന്നു റസൂലേ. പിന്നീട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെയാ മിസ് അബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. 3 മാസങ്ങൾക്കപ്പുറം മിസ് അബ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ തിരുദൂതൻ മദീനയിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചു. ആദ്യം മദീനയിലേക്ക് പുറപ്പെട്ട സ്വഹാബികളുടെ കൂട്ടത്തിലുള്ള മിസ് അബ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തി. മദീനയിലേക്ക് പുറപ്പെടുമ്പോ മിസ് അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ പറ്റി ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ട്. കാണാൻ സുന്ദരൻ, ആരോഗ്യ ദൃഢഗാത്രൻ, തിളങ്ങുന്ന കണ്ണുകൾ, ഉറച്ച മാംസപേശി, വെളുത്തു തുടുത്ത സുന്ദരൻ. മദീനയിലെ ജീവിതത്തിന് ശേഷം
മാസങ്ങൾക്ക് ശേഷം തിരിച്ചദ്ദേഹം മക്കയിലേക്ക് വന്നു. മക്കയിലെ വീട്ടിന്റെ അരികിൽ ചെന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിന്റെ വാതിലിന്റെ മുൻപിൽ നിന്നപ്പോ വാതിൽ തുറന്ന തിരുദൂതൻ സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞ് തലതാഴ്ത്തി. കാരണം മദീനയിൽ നിന്നും തിരിച്ചു വന്ന മിസ്അബിന്റെ ശരീരം അത്രമാത്രം സഹാബാക്കളെ അത്ഭുതപ്പെടുത്തി. മെലിഞ്ഞൊട്ടി, ശരീരമാകെ ക്ഷീണിച്ച്, കണ്ണുകൾ കുഴിയിലേക്ക് വീണ്, മുടികൾ പോലും പാറിപ്പറന്ന് ഒരു വല്ലാത്ത കോലത്തിൽ വന്ന മിസ്അബിന്റെ മുഖത്ത് നോക്കി തിരുദൂതൻ ചോദിച്ചു, മിസ്അബേ, എന്റെ കൂടെ പോന്നതിന്റെ പേരിൽ നിനക്കെന്തെങ്കിലും സങ്കടമുണ്ടോ? മിസ്അബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിയോടെ പറഞ്ഞു, ഇല്ല നബിയേ, ഞാൻ എന്റെ സൗഭാഗ്യത്തിന്റെ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന സമാധാനത്തെക്കാൾ സന്തോഷവാനാണ് റസൂലേ അങ്ങയുടെ കൂടെ ജീവിക്കുന്ന ഈ ജീവിതം. വീണ്ടും മാസങ്ങൾക്ക് ശേഷമാണ്, വർഷങ്ങൾക്ക് ശേഷമാണ് ഉഹുദ് യുദ്ധം വരുന്നത്. ആ ഉഹുദ് യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ നേരത്ത് ഒരു പതാക എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് തിരുദൂതൻ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മിസ്അബേ, ഇത് ഇസ്ലാമിന്റെ പതാകയാ. ഇന്ന ഭാഗത്തിന്റെ നേതാവായി നിന്നെയാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത്. എന്തു വന്നാലും ഈ പതാക നീ ഉപേക്ഷിക്കരുത്. ഇത് ഇസ്ലാമിന്റെ പതാകയാണ് മിസ്അബ്. തിരുദൂതൻ ഏൽപ്പിച്ച പതാകയും കയ്യിൽ പിടിച്ച് ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് ഓടിയപ്പോ ശത്രുക്കൾ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ വലത് കൈക്ക് വെട്ടി. അറ്റുപോയ വലത് കൈയിൽ നിന്നും ഇടത്തെ കൈയിലേക്ക് അദ്ദേഹം പതാക പിടിച്ചു. ഇടത്തെ കൈക്കും അവര് വെട്ടി. അറ്റുപോയ കൈ ഉപയോഗിച്ച് പതാക മാറത്തേക്ക് പിടിച്ച് വീണ്ടും മുന്നോട്ടോടിയപ്പോ കുന്തം കൊണ്ട് വയറ്റത്ത് കുത്തുകിട്ടി ഷഹാദത്ത് കലിമ ചൊല്ലി ഉഹുദിന്റെ മണൽത്തരികളിൽ അദ്ദേഹം മുഖം കുത്തി വീണു. അദ്ദേഹത്തിന്റെ പിൻഭാഗം കണ്ട ശത്രുക്കൾ കരുതി മുഹമ്മദാണ് ഭരിച്ചു കിടക്കുന്നതെന്ന്. ആ പകയും ദേഷ്യവും അവരാ മിസ്അബിന്റെ ശരീരത്തോട് തീർത്തു. പുറംഭാഗം പൊട്ടിപ്പൊളിഞ്ഞു. അദ്ദേഹത്തിന്റെ തലയടക്കം പൊട്ടിച്ച് അവർ അടിച്ചുടച്ചു. രണ്ട് കാലുകളിലും മാരകമായ മുറിവുകൾ ഏൽപ്പിച്ചു. പിന്നീടാണ് അള്ളാഹുവിന്റെ തിരുദൂതനല്ല എന്നറിയുമ്പം അവരാ മയ്യത്തിനെ വിട്ടേച്ചു പോകുമ്പോ സഹാബാക്കൾ നെഞ്ചുപൊട്ടി റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, മിസ്അബിന്റെ മയ്യത്തൊന്ന് മറമാടണം. റസൂലുള്ളാഹിന്റെ ആദ്യത്തെ കൽപ്പന, ആദ്യം മിസ്അബിനെ മറമാടിയിട്ട് മതി ബാക്കിയുള്ളവരെ മറമാടാൻ. അതെന്തുകൊണ്ടാണെന്നറിയോ? അത്രയേറെ വെട്ടുകൾ, അത്രയേറെ മുറിവുകൾ, അത്രയേറെ മാരകമായ ചോരപ്പാടുകൾ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അവസാനം മയ്യത്ത് മറമാടാൻ കൊണ്ടുപോയ സഹാബാക്കൾ വീണ്ടും കരയുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചെന്തേ നബിയേ, തലമറയ്ക്കുമ്പം കാലുമറയുന്നില്ല, കാലുമറയുമ്പം തലമറയുന്നില്ല. അന്ന് ഉമ്മാന്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോരുമ്പം ഉടുത്ത ഉടുമുണ്ടുണ്ടല്ലോ നബിയേ, അതേ ഉള്ളൂ മിസ്അബിന് സ്വന്തമായിട്ട്. ബാക്കി കൊടുക്കാൻ പോലും ഞങ്ങളെ കയ്യിലൊന്നുമില്ല നബിയേ. ബാക്കി ഭാഗം പുല്ല് വെച്ച് നിങ്ങൾ മറമാടണം എന്ന് കൽപ്പന കൊടുത്ത് ആ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കി റസൂലുള്ളാഹി പറയുന്ന ഒരു വാക്കുണ്ട്, മിസ്അബേ, നിന്നെ ഞാൻ മക്കയിൽ ആദ്യം കണ്ടപ്പോ നിന്റെ കവിൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ മോനെ, നിന്റെ ശരീരം ഇങ്ങനെയല്ലായിരുന്നല്ലോ മോനെ, നിന്റെ വസ്ത്രങ്ങൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ മോനെ. ഇന്ന് അവസാനത്തെ യാത്രയിൽ നിന്നെ ഒന്ന് മണ്ണിലേക്ക് ഇറക്കി വെക്കാൻ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നിന്നെ ഞാൻ കാണേണ്ടി വന്നല്ലോ മിസ്അബേ എന്ന് കണ്ണുനീരോടെ റസൂലുള്ളാഹി പറയുന്നുണ്ടെങ്കിൽ, അതേ മിസ്അബിന്റെ ശരീരത്തിൽ, അതേ മിസ്അബിന്റെ ചെവികളിൽ, അതേ മിസ്അബിന്റെ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹു അറിയിച്ചു കൊടുത്ത ഇസ്ലാമും അതേ ചോരയും അതേ ഇസ്ലാമിന്റെ സന്ദേശവുമാണ് എനിക്കും നിങ്ങൾക്കും പടച്ച റബ്ബ് തന്നതെങ്കിൽ, ആ ചോര കൊണ്ട്, ആ ജീവിതം കൊണ്ട്, ആ വസ്ത്രം കൊണ്ട്, ആ ആയുസ് കൊണ്ട് അള്ളാഹുവിന് വേണ്ടി തിരിച്ചു കൊടുക്കാൻ എന്ത് പണിയാ ഞാനും നിങ്ങളും ചെയ്തതെന്ന് ഓരോ സഹോദരങ്ങളും സഹോദരിമാരും എന്റെ ജീവിതത്തിലേക്ക് ചേർന്ന് നിന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. എത്ര കാലം നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു എന്നതല്ല, ജീവിച്ച കാലം ചെറുതാണെങ്കിലും നമുക്കെന്ത് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതിനെ പറ്റി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആരാ ഏറ്റവും നല്ലവൻ? ആരാ സമൂഹത്തിലെ ഏറ്റവും നല്ലവൻ? ഇന്ന് ചിലർ പറയാറുണ്ട് ആള് നല്ലോനാ. എന്തേ കാരണം? ആരെ കാര്യത്തിലും ഇടപെടൂല. നേരത്തിന് നിസ്കരിച്ചു പോവും, വെള്ളിയാഴ്ച പള്ളിക്ക് നേരത്തെ വരും, പെരുന്നാളിനൊക്കെ രാവിലെ ഉണ്ടാവും, എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടാകും. പക്ഷെ എന്തിനുണ്ടാവൂല? പടച്ചോന്റെ ഖുർആനിൽ പ്രചരിപ്പിക്കുന്നിടത്തും ദീൻ പഠിക്കുന്നിടത്തും ഉണ്ടാവൂല. ആള് നല്ലോനാ, അതാണോ നന്മ? അങ്ങനെയുള്ളവർക്കൊന്നും ചീത്തപ്പേരും ഉണ്ടാവൂല. എന്തുകൊണ്ടാ നമ്മൾക്ക് പലർക്കും ചീത്തപ്പേര്? എങ്ങനത്തെ ചീത്തപ്പേര്? പലർക്കും ഇന്ന് നമ്മൾ ശത്രുക്കളാ. എന്തു പറഞ്ഞതിന്റെ പേരിൽ? ദീൻ പറഞ്ഞതിന്റെ പേരിൽ, ഖുർആനും സുന്നത്തും പറഞ്ഞതിന്റെ പേരിൽ. നാട്ടിലെ പലർക്കും നമ്മൾ ശത്രുക്കളാ. ഒരാളോട് നന്മ പറഞ്ഞു കൊടുക്കുമ്പം കുറ്റപ്പെടുത്തലുണ്ടാവും, ആക്ഷേപങ്ങൾ ഉണ്ടാവും. ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾക്കില്ലേ 40-ാമത്തെ വയസ്സ് വരെ അൽ അമീൻ, ഏത് കുടുംബത്തിലും പ്രശ്നം പരിഹരിക്കാൻ കൊണ്ടുവരുന്നോൻ,
ഏത് വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഒരു ഓതി മക്കയിലെ തെരുവിലൂടെ പോകുമ്പം മുഹമ്മദിനെ വിളിച്ചിട്ട് കൊടുക്കും. അല്ലമീനെ, മുഹമ്മദേ വാ. വിളിച്ചു കൊടുത്തവർ ആട്ടി ഓടിച്ചിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ. അൽ അമീൻ എന്ന് വിളിച്ചവർ ഭ്രാന്തൻ എന്ന് മുദ്രകുത്തിയിരുന്നു, തെമ്മാടി എന്ന് വിളിച്ചിരുന്നു. നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ, കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവൻ എന്നവരാക്ഷേപിച്ചിരുന്നു. എന്തു പറഞ്ഞതിന്റെ പേരിൽ? അള്ളാഹുവിന്റെ ദീന് പറഞ്ഞതിന്റെ പേരിൽ. ഇന്ന് ചിലരും ചിന്തിക്കൽ അങ്ങനെയാ, ഒരു കാര്യത്തിലും ചെന്നിട്ട് നാട്ടുകാരെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, പിന്നെ എന്ത് ചെയ്താൽ മതി? പഠിക്കുക, ജോലി വാങ്ങുക, അവനാന്റെ കുടുംബം നോക്കുക. എന്നിട്ട് അവനൊരു സർട്ടിഫിക്കറ്റും കൊടുക്കും, നല്ല ചെറിയോനാ, പഠിച്ചോ. എന്നിട്ട് അവൻ ജോലിയും വാങ്ങി കുടുംബവും നോക്കുന്നുണ്ട്. അതാണോ ക്വാളിറ്റി? അതാണോ നല്ല ക്വാളിറ്റി? അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്നറിയോ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ, ജനങ്ങളിൽ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ, ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നവൻ, മിമ്മൻ ദആ ഇലല്ലാഹ്, മിമ്മൻ ദആ ഇലല്ലാഹ്, അവൻ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുന്നവനാകണം. അവൻ റബ്ബിന് വേണ്ടി പണിയെടുക്കുന്നവനാകണം. അള്ളാഹുവിന്റെ ഖുർആനിനെ പറ്റി ജനങ്ങൾക്ക് ബോധവൽക്കരിക്കുന്നവനാകണം. നേടിയെടുത്ത അറിവ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധ്യമാകുന്ന നിലക്ക് പണിയെടുക്കുന്നവനാകണം. കോഴിക്കോട് ജില്ലയിലെ നന്മണ്ടയിൽ നിന്നും മംഗലാപുരത്തെ ഉള്ളാളിലെ സഹോദരങ്ങളെ ഞാൻ കാണാൻ വന്നത് നിങ്ങളിൽ ഒരാളുടെയും പെൺമക്കളെ ഞാൻ കല്യാണം കഴിച്ചതുകൊണ്ടല്ല, നിങ്ങളിൽ ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടുമല്ല. ഈ സംസാരിക്കുന്ന എന്റെ വാക്ക് കേൾക്കാൻ എന്റെ രക്തബന്ധത്തിൽപ്പെട്ട ഒരാൾ പോലും ഈ കൂട്ടത്തിൽ ഇല്ലെങ്കിലും നിങ്ങൾ അടങ്ങി ഒതുങ്ങി കേൾക്കുന്നത് ഇത് അള്ളാന്റെ കലാമായതുകൊണ്ടാ. ആർക്ക് മുൻപിലും പറയാൻ പറ്റും, ആർക്ക് മുൻപിൽ ഓതിക്കൊടുക്കാൻ പറ്റും, ആർക്ക് മുൻപിലും ആർജവത്തോടെ വിളിച്ചു പറയാൻ പറ്റുന്ന ആ ആദർശം നമ്മളെ കയ്യിലുള്ളത് കൊണ്ടാണെങ്കിൽ ആ ആദർശത്തെ ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നോനാ. അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നോനാ. ലേൺ ദി ഖുർആൻ. ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ആളുകളുടെ മനസ്സുകളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സുകളിലേക്ക് അത് എത്തിയിട്ടുണ്ടെങ്കിൽ, ഉള്ളാളിലെ ഓരോ കുടുംബങ്ങളിലേക്കും ആ വെളിച്ചം എത്തിക്കാൻ പണിയെടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തുത്തരവാദിത്തമാ നമ്മൾ അള്ളാഹുവിന്റെ ഖുർആനിനോട് ചെയ്തത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. അള്ളാഹുവിന്റെ ദീനിനെ സമൂഹത്തിന് അറിയിച്ചു കൊടുക്കാൻ ഖുർആനിക വചനങ്ങളെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. അമുസ്ലിമീങ്ങളായ ആളുകളൊക്കെ ഈ വിശുദ്ധ ഖുർആനിനെ പറ്റി പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നോണ്ടിരിക്കുക അല്ലേ? ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലോസ് ആഞ്ചലസിലെ തീയ എവിടുന്ന് വന്നു എന്ന് പോലും അറിയാതെ സെക്കൻഡ് വ്യത്യാസത്തിൽ 16,000 കിലോമീറ്റർ വേഗതയിൽ ഓരോ ബിൽഡിങ്ങും കത്തി അമർത്തിയിട്ട് പോവുക. ആഴക്കടലിലെ ചിന്തകളെക്കുറിച്ചും അങ്ങ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഖനനത്തെക്കുറിച്ചും ഞങ്ങൾക്ക് കഴിവുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയിരുന്നവർ 25 ഫ്ലൈറ്റുകൾക്ക് 25 യുദ്ധവിമാനങ്ങൾക്ക് നടുക്കടലിൽ നങ്കൂരമിട്ട കപ്പലിൽ നിന്നും പറന്നു കയറാൻ സാധിക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്ന അമേരിക്കയുടെ കണ്ടുപിടുത്തങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്നും ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് അമ്പരന്ന് നിൽക്കുന്ന ജനങ്ങൾക്ക് മുൻപിൽ അപഹാസ്യരാക്കപ്പെടുന്ന കോലത്തിലേക്ക് അള്ളാഹു മാറ്റിയിട്ടുണ്ടെങ്കിൽ, ലോകത്തിന്റെ സൃഷ്ടാവ് ഒരു നിമിഷം കൊണ്ട് ഈ ലോകത്തെ നശിപ്പിക്കുമെന്ന് ബോധ്യപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് ആ അള്ളാഹുവിന്റെ ഖുർആൻ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ടും അത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഗസ എന്ന മഹാനഗരത്തെ ഫലസ്തീനിന്റെ തെരുവോരങ്ങളിലെ മക്കളെ കൊന്നൊടുക്കുമ്പോ വർഷങ്ങൾക്ക് മുൻപ് മൂസാ നബിയുടെ ജനനത്തോടെ ബനൂ ഇസ്രായേലിൽ ഒരു കുഞ്ഞിനെ പോലും ബാക്കി വെക്കരുതെന്ന് കിങ്കരന്മാരോട് ആജ്ഞാപിച്ചിരുന്ന ഫിറഔൻ എന്ന മഹാ അപരാധിയെ പോലെ ഇന്നും ഇസ്രായേലിലെ നെതന്യാഹു ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ ബോംബിട്ട് പൈതലുകളായ ഫലസ്തീനി മക്കളെ പോലും കൊല്ലുമ്പോ അന്ന് അമേരിക്ക ഇസ്രായേലിന് കൊടുത്തത് $80 ബില്യൺ ആയിരുന്നു. $80 ബില്യൺ. അന്ന് ഇസ്രായേലിലെ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഇസ്രായേലിലെ കൂട്ടത്തിലുള്ളവനും ലോസ് ആഞ്ചലസിലുള്ളവരും കൈകോർത്ത് ചിരിച്ച് പൊട്ടിച്ചിരിച്ചപ്പോ ലോസ് ആഞ്ചലസ് സിറ്റിയിൽ ജീവിക്കുന്ന ധനാഢ്യനായ ഒരു സിനിമാ നടൻ സംവിധായകൻ പറഞ്ഞു, ഗസയിലെ തെരുവുകളിൽ പൊട്ടിത്തെറിക്കട്ടെ പിഞ്ചുമക്കൾ, കത്തട്ടെ തെരുവുകൾ. ഇന്നതേ ലോസ് ആഞ്ചലസിൽ കത്തിത്തീരുന്ന
സ്വന്തം വീടിന്റെ മുൻപിലിരുന്ന് ഇതെവിടുന്ന് വന്ന തീയാണെന്ന് ചിന്തിക്കാനാവാതെ ആ മനുഷ്യൻ പോലും നെഞ്ചത്തടിച്ച് കരയുന്നുണ്ടെങ്കിൽ, ലോകത്തിന്റെ സൃഷ്ടാവ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ഓരോ വാക്കുകളും ഈ ഉമ്മത്തിനല്ല, ഈ ലോകത്തിനുള്ള പാതയാ. അതറിയിച്ചു കൊടുക്കാൻ നമ്മളെയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കില്ല എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിനെ ശരിക്കൊന്ന് പഠിച്ചവർ നമ്മളെ കൂട്ടത്തിൽ പോലും ഉണ്ടാവില്ല. നമ്മളതിന് മെനക്കെട്ടിട്ടില്ല. ഞാൻ ചോദിക്കാറുണ്ട്, സൂറത്തുൽ അൻകബൂത്തിന് എന്തിനാ ചെലന്തിന്റെ പേര്? അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ ചെലന്തിന്നാ. എന്തിനാ ചെലന്തിന്റെ പേര്? സൂറത്തുൽ നഹ്ലിന് തേനീച്ചന്റെ പേര് എന്തിനാ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇപ്പോഴും നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്ന ചിലന്തി, അതല്ലെങ്കിൽ തേനീച്ചക്ക് പോലും മനുഷ്യനേക്കാൾ ക്വാളിറ്റി ഉണ്ടെന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന ചരിത്രങ്ങളുണ്ട്. അതിന്റെ അർത്ഥം മനുഷ്യനേക്കാൾ മേലെ എന്നല്ലട്ടോ. ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ശാസ്ത്രകാരൻ കണ്ടെത്തി, തേനീച്ച തേൻ കൊണ്ടുവന്ന അതിന്റെ കൂടിൽ തേൻ നിക്ഷേപിച്ചതിന് ശേഷം 70ഓളം മീറ്ററുകൾക്ക് ദൂരെ പോയിട്ടേ തേനീച്ചകൾ വിസർജിക്കാറുള്ളൂ. കണ്ടെത്തല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമോ ഭക്ഷണം കഴിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ വിസർജിക്കാൻ സൗകര്യമുണ്ട്. അതൊരു മോശം എന്ന അർത്ഥത്തിലല്ല. ഇത്രയേറെ ചിന്തകൾ. ഒരു കൊതുകിനെ പോലും പടക്കാൻ പറ്റാത്തവരാണ് റബ്ബിന് സമന്മാരെ ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചപ്പോ കൊതുകിനെ പറ്റി പഠിച്ചു നാട്. ഒരു കൊതുകിന് ഒരു കൂർത്ത കൊമ്പ് മാത്രല്ല, അതിൻ്റെ ഉള്ളിൽ 6ഓളം വേറെയുണ്ട്. അതിന്റെ മേലെയുള്ളത് അത് പിളർത്തി വെച്ച് രണ്ടാമത്തതേ കുത്താൻ നോക്കൂ, മൂന്നാമത്തതേ കുത്തി താഴ്ത്തു, അതിൻ്റെ ഉള്ളിൽ കൂടെ 4ാമത്തെ രക്തം വലിച്ചെടുക്കൂ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും ഈ ലോകത്തിനുള്ള പാതയാ, പഠിക്കാനുള്ളതാ. പക്ഷെ നമ്മളത് പഠിക്കാൻ നമുക്കിട്ട് സമയവും കിട്ടുന്നില്ല. പഠിപ്പിക്കുന്നവരോടൊക്കെ നമുക്കൊരു പുച്ഛവുക. ഞാൻ പറയാറുണ്ട്, പള്ളിയിൽ നേരത്തെ വന്ന് വേക്കലെ ഫാനും നോക്കി ചാരിയിരിക്കുന്നവനോട് ഒന്ന് മുന്നോട്ടിരിക്കട്ടോ എന്ന് പറഞ്ഞോ, നമ്മളെ ഒരു നോട്ട, ഈ നമ്മൾ നന്നാക്കണ്ട, ഈയാണെ പോയി നന്നാക്കിക്കോന്ന്, നന്നായി പോയിരുന്നോ. ഖുർആൻ പഠിക്കാൻ ക്ഷണിച്ചു നോക്കുങ്ങൾ. 250 ബുക്ക് ഇവിടെ ഇറക്കിക്കോളൂ, 50 ആള് വാങ്ങിക്കൊണ്ടുപോയാലായി, ബാക്കി 200 ആളെ പിന്നാലെ അടക്കണം. ഒന്നേ എഴുതിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലും അല്ലട്ടോ. ഇതെന്റെ മാറ്റത്തിന്, എന്റെ തിരിച്ചറിവിന് എന്ന് ചിന്തിച്ച് പഠിക്കാൻ. അറിവില്ലായ്മയിലൂടെ ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല മുന്നോട്ട്. അൽ മുത്തീഉ, അള്ളാഹുവിന്റെ തിരുദൂതന്റെ പാതയിൽ നിന്ന് ഉലമാക്കൾ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, അൽ ജഹ്ലു, അറിവില്ലായ്മ, അജ്ഞത. മുത്തീഉ ശുമൂസ്, വഴിതെറ്റിയൊരു വാഹന, അതിന്റെ പിന്നാലെ പോകരുത്. പലരും പല കോലത്തിലും അള്ളാന്റെ ദീനിനെ വ്യാഖ്യാനിക്കും, പല കോലത്തിലും അവർക്കനുസരിച്ച് അവർ വ്യാഖ്യാനിക്കും. സ്വാർത്ഥ ലാഭത്തിനും നേട്ടത്തിനും വേണ്ടിയിട്ട് അവർ മതത്തെ വിൽപ്പന ചരക്കാക്കും. അതിൻ്റെ ഇടയിലൂടെ ജീവിക്കുന്ന നമ്മൾക്ക് അള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായി ബോധ്യപ്പെടണമെങ്കിൽ അറിവേ നമ്മളെ അതിന് സഹായിക്കൂ. അള്ളാഹു ചോദിച്ചില്ലേ, ഖുൽ ഹൽ യസ്തവിൽ ലദീന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരിക്കലും സമാവൂല. അറിവ് വേണം ഏത് കാര്യത്തെക്കുറിച്ചും. നീ എന്തുകൊണ്ടാ നെഞ്ചത്ത് കൈകെട്ടുന്നത്? നീ എന്തുകൊണ്ടാ ഒരു ജാറത്തിങ്കൽ പോവാത്ത്? എന്തുകൊണ്ടാ മക്ബറ മൂടുന്നത് ഏർപ്പാടിൽ ഇനി പങ്കെടുക്കാത്ത? എന്തുകൊണ്ടാ എനിക്ക് മൗലൂദില്ലാത്ത? അത് പിന്നെ പണ്ടേ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചതാ. അത് മറുപടിയല്ല. ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ അത് കാണിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അതിന് തെളിവില്ല. ഉണ്ടെങ്കിൽ പടച്ചോന്റെ ഖുർആനിൽ അതുണ്ടാവും, തിരുദൂതന്റെ ജീവിതത്തിൽ അതുണ്ടാവും. 23 കൊല്ല ജീവിതത്തിനിടയിൽ തിരുദൂതന്റെ ജീവിതത്തിൽ പലപ്പോഴും ജന്മദിനം വന്നു, സഹാബത്ത് ആഘോഷിച്ചിട്ടില്ല. പിൻകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന റസൂലുള്ളാന്റെ കരളിന്റെ കഷണം ഫാത്തിമ ബീവി, ലോകത്തിന്റെ പ്രവാചകന്റെ നെഞ്ചൊട്ടിക്കടന്ന ആയിഷ റളിയല്ലാഹു അൻഹ, തിരുദൂതന്റെ വലവും എടവുമായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉമർ ഇബ്നുൽ ഖത്താബ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇവരാരും അത് ചെയ്തിട്ടില്ലെങ്കിൽ, പിന്നീട് തിരുദൂതന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അതിന് അനുവാദം കൊടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഒരു സ്വഹീഹായ ഹദീസുകളിൽ മത്തിനിലോ സനദിലോ ഒരു ലഈഫും ഇല്ലാത്തൊരു ഹദീസിൽ ആ വിഷയം വന്നിട്ടില്ലെങ്കിൽ ഫഹുവ റദ്ദുൻ, അതെനിക്ക് വേണ്ട. അതിലെത്ര നല്ലതുണ്ട് എന്ന് പറഞ്ഞാലും എനിക്കത് വേണ്ട. നല്ലതായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അത് സമ്മതിക്കായിരുന്നു. ഇനി നല്ലതാന്ന് നമുക്ക് തോന്നിയാൽ മതിയോ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഇശാ നിസ്കാരമൊക്കെ എനിക്കിപ്പോ രാത്രി യാത്രന്റെ ഇടയിലൊക്കെ നിസ്കരിക്കൽ വലിയ ബുദ്ധിമുട്ടാ. ഇശാ 2 മതിയായിരുന്നു, സുബിഹി 4, സുഖ പൊൽച്ചണീറ്റ് പള്ളി പോയ ഇഷ്ടം പോലെ സമയമുണ്ട്. എനിക്ക് നല്ലതാന്ന് തോന്നി മാറ്റാൻ പറ്റുമോ? അതല്ലെങ്കിൽ എനിക്ക് തോന്നുകയാണ്, ഞാൻ ആദ്യം ഫാത്തിഹ ഓതുന്നു, വേണ്ട, ഞാൻ ആദ്യം തന്നെ ഒരു 150 ആയത്തോതാൻ വിചാരിച്ചു, ഫാത്തിഹ വേണ്ടാന്ന് എനിക്ക് തോന്നുക, ദിവസം ഓതുന്നല്ലേ, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഓതിയാ മതി. ഇല്ല, നമുക്ക് നല്ലതെന്ന് തോന്നുന്നതല്ല ദീൻ.
മറിച്ച് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ സ്ഥിരപ്പെട്ടു വന്നതും റസൂലുള്ളാന്റെ ജീവിതം കൊണ്ട് സ്ഥിരപ്പെട്ടതുമാ. അത് പഠിക്കണം, പഠിക്കാനുള്ള സദസ്സിൽ പങ്കെടുക്കണം, ഖുർആനിക ആയത്തുകൾ പഠിക്കണം, തഫ്സീറുകൾ വായിക്കണം. ലോകത്ത് സർവ്വ വിഷയങ്ങൾക്കുമുള്ള മറുപടി അള്ളാഹുവിന്റെ ഖുർആനിലുണ്ട്. അള്ളാഹുവിന്റെ അരികിൽ പോലും റബ്ബ് ഉയർന്ന സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത് ആരെയാ? ഈ ലോകത്ത് നിന്നും റബ്ബിന്റെ വിശുദ്ധ ഖുർആനിൽ അറിവ് നേടിയവരെ. ഈ ലോകത്ത് നമുക്ക് പദവി കിട്ടുന്നത് പണം കൊണ്ടാ. ഒരു തെരഞ്ഞെടുപ്പിന് വരുമ്പോ ആൾക്കാർ നോക്കും, ആ തറവാട്ടുകാരനാ, പ്രസിഡന്റ് ആയിക്കോട്ടെ, ഓ ഓള് നല്ല തറവാട്ടുകാരുത്തിയാ, ഓളെ നമുക്ക് ട്രഷററാക്കാം. പടച്ച റബ്ബിന്റെ പരലോകത്ത് ഹശർ എന്ന മൈതാനിയിൽ അള്ളാഹു ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് വിശുദ്ധ ഖുർആനിന്റെ അറിവനുസരിച്ച, ഓരോ ആയത്തിന്റെയും അറിവുകൾക്കനുസരിച്ച. ഞാനൊക്കെ പറയാറുണ്ട്, നമുക്ക് ഏതോ ഒരായത്തിൽ എന്തോ ഒന്നറിയാം, അത്രേ ഉള്ളൂ. ഉദാഹരണമായിട്ട് സൂറത്തുൽ അബസ, അബസ വത്തവല്ല എന്നുള്ള സൂറത്ത് ഓതുമ്പോഴേക്കും എല്ലാവരുടെ മനസ്സിലും വന്നിട്ടുണ്ടാവും എന്ത്? ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അള്ളാഹു ഗുണദോഷിച്ച ആയത്താണെന്ന്. സംഭവം അതൊക്കെ തന്നെയാണ് ശരി. അത് മാത്രാണോ ആ ആയത്തിലുള്ളത്? അല്ല. മറിച്ച് കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് പോവുക. ഒരല്പ ദൂരത്ത് നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോടോ ദീൻ സംസാരിക്കുക. ഇതാര് കണ്ടിട്ടില്ല? അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. കേട്ട അറിവ് വെച്ചിട്ടും ആ കേട്ട അവസ്ഥ വെച്ചിട്ടും അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ അല്ലിംനി, എനിക്കൊന്ന് പഠിപ്പിച്ചേരി, ഇതേപോലെ നിങ്ങൾ എന്നോടൊക്കെ ഒന്ന് സംസാരിക്കുക. അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ എങ്ങനെ ഒന്ന് നോക്കി. എന്നിട്ട് മനസ്സിലൊന്ന് ചിന്തിച്ചു, അബ്ദുള്ള എന്തായാലും മുസ്ലിം ആയോനാ, ഈ പ്രമാണിമാര് പൈസക്കാരി ഇപ്പൊ പഠിച്ചാലേ പഠിക്കൂ. അവരെ നേരെ തന്നെ തിരിഞ്ഞു. വീണ്ടും രണ്ടാമതും അബ്ദുള്ള വിളിച്ചു, മൂന്നാമതും വിളിച്ചു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. 3 തവണയും റസൂലുള്ളാഹി ഇങ്ങനെ നോക്കി മനസ്സിലൊരു തീരുമാനം എടുത്തു, അബ്ദുള്ളനോട് ഇനിയും പറയാലോ, അബ്ദുള്ള പോവാണേ പോയിക്കോട്ടെ. റസൂലുള്ള പറഞ്ഞിട്ടില്ലെങ്കിൽ പോയിക്ക് അബ്ദുള്ള, എനിക്ക് പിന്നെ പറഞ്ഞു തരട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് മനസ്സിൽ റസൂലുള്ള എന്ത് ചിന്തിച്ചു? അബ്ദുള്ളക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അബ്ദുള്ള ഓൾറെഡി മുസ്ലിം ആയതല്ലേ, നമുക്ക് ഈ പ്രമാണിമാരെ നേരെ തന്നെ തിരിയാം. മണിക്കൂറുകൾക്കുള്ളിൽ നസലൽ അമീനു മലക്കു ജിബ്രീൽ വന്നു. എന്തിനാ വന്ന്? അബസ വതവല്ല അൻജാഅഹുൽ അഅമാ. എന്നിട്ട് അല്ലാഹു വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. നബിയെ, എനക്ക് എന്തറിയ നബിയെ, നീ പ്രാധാന്യം കൊടുത്ത പണക്കാര് അവര് പരിശുദ്ധി പ്രാപിച്ചോട്ടെ പ്രാപിക്കാതിരുന്നോട്ടെ, നിനക്ക് എന്തറിയ നബിയെ. അപ്പൊ അള്ളാഹു നോക്കിയത് എങ്ങോട്ടാ? റസൂലിന്റെ മനസ്സിലേക്കാ. റസൂലുള്ളാന്റെ നാവും എന്നുള്ള വാക്കല്ല അള്ള പരിഗണിച്ച്. റസൂലെ, എന്റെ അടുത്തൊരു പാവപ്പെട്ട അടിമ കണ്ണുപൊട്ടം വന്നപ്പോ പണക്കാർക്ക് നേരെ നീ തിരിഞ്ഞപ്പോൾ ആ മനസ്സുണ്ടല്ലോ, അബ്ദുള്ള വേണ്ട പണമുള്ള പ്രമാണിമാര് മതി എന്നുള്ള ചിന്ത, അത് ശരിയായിട്ടില്ലട്ടോ നബിയെ. അതിന്റെ അർത്ഥം എന്താ? ഉള്ളിലുള്ള ചിന്ത പോലും പടച്ചോന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും. ഇന്ന് ചിലർ പറയാറുണ്ടെന്ത്, ഞാൻ ഉള്ളു കൊണ്ടു കിടക്കുക, ഏടെ സമയം കിട്ടിയ ഞാൻ അങ്ങ് തീർക്കുന്നു. കൊണ്ടു കിടന്നാ മതി കുറ്റാവാൻ, പറയണം ചെയ്യണമെന്നൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലണ്ടായ എന്തോ പ്രശ്നത്തിന്റെ പേരിൽ ഈ കൊല്ലം നോമ്പുറക്ക് 4 അങ്ങോട്ട് പറഞ്ഞു, 4 ഇങ്ങോട്ട് പറഞ്ഞു, പിന്നെ 4 അങ്ങോട്ട് പറഞ്ഞു. അപ്പം പറയാ കുടുംബക്കാരോട്, എന്ത് ഇപ്പഴാ എനിക്കൊരു സമാധാനമായത്, എന്തേ ഒരു കൊല്ലായി നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടെടുക്കാനും ഞാൻ കൊണ്ടിടുന്ന കാലവും കുറ്റ. അബസ വത്തവല്ല എന്ന് കേൾക്കുമ്പോൾ ചിന്തിക്കേണ്ടതാ, ഒരു വിശ്വാസി ഒരിക്കലും മനസ്സ് പോലും വേണ്ടാത്ത ചിന്തിക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സോഷ്യൽ മീഡിയ എന്ന മഹാലോകത്തേക്ക് ഇറങ്ങിപ്പിടപ്പെടുന്നവരൊക്കെ ദീനുണ്ടെന്ന് അവകാശപ്പെടുന്ന മുത്തക്കീങ്ങളും മുഖ്ലിസീങ്ങളും തോന്നിയാസങ്ങളും വിവരക്കേടുകളും പരദൂഷണങ്ങളും കുത്തുവാക്കുകളും എഴുതിക്കൊണ്ടിരിക്കുന്നവനെ ന്യായീകരിക്കാൻ കൂട്ടത്തിലുള്ളവർ മത്സരിച്ചോണ്ടിരിക്കുമ്പോ എഴുതാത്തോൻ ചിന്തിക്കുന്നത് ഞാൻ പൊട്ടനായി പോയിന്നാ. അല്ല, അവരെക്കാൾ എത്രയോ നാണവും മാനവും ഉള്ളവരങ്ങള്. നമ്മളെ കാണുമ്പം കുരയ്ക്കുന്ന നായകളെ, ആ നായകളെ കാണുമ്പം തിരിച്ചു കുരയ്ക്കുന്ന നായകളും രണ്ടും തുല്യരാണെന്നും, നീ മറ്റൊരു വാപ്പാനെ വിളിച്ചാൽ അവൻ എന്റെ വാപ്പാനെയും വിളിച്ചാൽ നിങ്ങൾ രണ്ടാളും സ്വന്തം വാപ്പാനെ പറഞ്ഞോലെയാണെന്നും അള്ളാന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ വാപ്പാനെ വിളിച്ചോനെ ഞാൻ മനസ്സ് ചിന്തിക്കുന്നത് സ്വന്തം വാപ്പാനെ വിളിച്ചോനാണത് എന്നാ. അങ്ങനെ ചിന്തിക്കുമ്പോ എനിക്ക് തിരിച്ചു പറയണമെന്നില്ല, ഞാൻ അള്ളാന്റെ അടുത്തേക്ക് വിടും. കാരണം സ്വന്തം വാപ്പാനെ തെറി വിളിച്ചോനാ അവൻ. എന്റെ വാപ്പനല്ല വിളിച്ച്, അവന്റെ വാപ്പനെ തന്നെയാ. അത് എഴുന്ന് കിട്ടിയ അറിവാ അള്ളാന്റെ ഖുർആനിൽ നിന്ന്. ലാ യസ്ഖർ ഖൗമിൻ അസാ യകൂന ഖൈറൻ മിൻഹും
വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയാ, നിങ്ങൾ മറ്റൊരാളെ പരിഹസിക്കരുത്, നിങ്ങളെക്കാൾ എത്രയോ മുന്തിയവരായിരിക്കും അവർ. അള്ളാഹുവിന്റെ ഖുർആനിലാണ് സമാധാനം, റബ്ബിന്റെ ഖുർആനിലാണ് നമുക്ക് ഏറ്റവും വലിയ ശഫാഅത്ത്. ഞാൻ അവസാനിപ്പിക്കുകയാ. നാളെ റബ്ബിന്റെ അരികിലേക്ക് ചെല്ലുമ്പം ആരും ശുപാർശക്ക് പറയാനില്ലാതെ നിൽക്കുന്ന റബ്ബിന്റെ മഹ്ശറ ലോകത്ത് പോലും നമ്മൾക്ക് ശുപാർശക്ക് വരുന്നത് നമ്മളെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലുമാ. മരിച്ചാൽ പോലും മുറിയാത്ത നന്മയായി നമ്മളെ ഖബറിലേക്ക് വരുന്നതും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാ. ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, 2000 എടവണ്ണ ജാമിയ നദ്വിയയിൽ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ എന്റെ മാതാപിതാക്കൾ എന്നെ കൊണ്ട് ചാക്കിയപ്പോ അന്ന് എനിക്ക് അവരോട് വെറുപ്പായിരുന്നു, ദേഷ്യമായിരുന്നു. നാട്ടിലുള്ള പൂരങ്ങളിലും കളികളിലും പങ്കെടുക്കാനാവാതെ 4 ചുമരുകൾക്കുള്ളിൽ ഹോസ്റ്റൽ ജീവിതം നയിച്ച് ദിവസം 3 നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ച് ഒറ്റക്ക് ജീവിച്ചിരുന്ന ആ കാലഘട്ടം മാനസികമായി എനിക്ക് സങ്കടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എന്റെ മാതാപിതാക്കൾ എന്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്നെ ആ അറബിക് കോളേജിലാക്കുക എന്നുള്ളതായിരുന്നു. അന്ന് ഞാൻ ആ പഠിച്ച അറബിക് കോളേജിലെ ഓരോ രാവും പകലും എനിക്ക് അറബി പഠിപ്പിച്ചു തന്ന, എനിക്ക് ദീന് പഠിപ്പിച്ചു തന്ന ഉലമാക്കള് നിങ്ങളെ കൊണ്ടാ ജീവിച്ചത്. ഞാൻ കഴിച്ച ഭക്ഷണം നിങ്ങളെ കൊണ്ടാ എനിക്ക് കിട്ടിയത്. ആ അറബിക് കോളേജിന് വേണ്ടി കേരളത്തിന്റെ മുക്കുമൂലകളിലുള്ള ഓരോ കുടുംബങ്ങളും കൈയയച്ച് സഹായിച്ചപ്പോ 100 കണക്കിന് ഉലമാക്കൾ, 100 കണക്കിന് ഖുർആൻ പഠിതാക്കൾ, 100 കണക്കിന് ഖതീബുമാർ ഇന്ന് കേരളത്തിന്റെ ഓരോ പള്ളി മിമ്പറുകളും അലങ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുറപ്പിക്കാം, ഞാൻ ഈ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ഓതുന്ന ആയത്തിന്റെ കൂലി പോലും ഈ കൂട്ടത്തിലെ പലർക്കും കിട്ടും. എന്തുകൊണ്ട്? നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കാൻ മത്സരിച്ചത് കൊണ്ടും പഠിപ്പിക്കാൻ താല്പര്യത്തോടുകൂടി സാമ്പത്തികമായും ശാരീരികമായും നിങ്ങൾ സഹായം ചെയ്തത് കൊണ്ടും. ശരി, അങ്ങനെയാണെങ്കിൽ ഉള്ളാളിലെ, തളപ്പാടിയിലെ, മംഗലാപുരത്തെ 100 കണക്കിന് കുടുംബക്കാരിവിടെ ഇപ്പോഴും അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ജീവിക്കുമ്പോ അതിനുവേണ്ടി പണിയെടുത്ത് ഓരോ കുടുംബത്തിന്റെ ഓരോ ജീവിത മേഖലകളിലേക്കും അള്ളാഹുവിന്റെ ഖുർആനിന്റെ വിളക്കെത്തിക്കാൻ, പഠിതാക്കളാവാൻ, പഠിച്ചിട്ട് ദീനിനെ തിരിച്ചറിയാൻ നമുക്കിനി മത്സരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മണ്ണിൽ നമ്മളെ കാത്തിരിക്കുന്നത് വേദനാജനകമായ ഒരു മടക്കമായിരിക്കും. അതില്ലാതിരിക്കണമെങ്കിൽ മുറിയാത്ത നന്മയായി ഖബറിലേക്ക് കിട്ടാൻ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളും അതിന്റെ പ്രചാരകന്മാരുമാവണം. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, യുവാക്കളെ, ഈ പ്രദേശത്തെ ഓരോ രക്ഷിതാക്കളും മക്കളെ അതിനുവേണ്ടി ഒരുക്കണം. മക്കൾ വഴിവേച്ചു പോകുന്നു, മക്കൾ വഴിതെറ്റിപ്പോകുന്നു എന്നൊക്കെ ആശങ്കപ്പെടുമ്പോഴും ഞാൻ ഒന്ന് ചോദിക്കട്ടെ, പടച്ചോന്റെ ദീനിലേക്ക് ചേർത്ത് നിർത്തി പ്രവർത്തിപ്പിച്ച് ഏത് മക്കളാ വഴിതെറ്റിപ്പോയത്? ഒരു SKSMന്റെയും അതല്ലെങ്കിൽ ഇവിടുത്തെ യുവജന പ്രസ്ഥാനത്തിന്റെയും ഇവിടുത്തെ മുതിർന്ന ദീനി പഠിതാക്കളുടെയും ഈ ഖുർആൻ പഠിതാക്കളിലേക്കൊക്കെ ചേർന്ന് നിന്ന ഏത് മക്കളാ വഴിതെറ്റിപ്പോയത്? അള്ളാന്റെ ദീനിനോട് ചേർന്ന് നിന്ന ഒരാളെയും പടച്ചോൻ വഴിതെറ്റിച്ചിട്ടില്ല. മറിച്ച് വീട്ടിലിരുന്നിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് യാതൊരു കാര്യത്തിലും ഇടപെടാതെ നാട്ടിലെ കൂട്ടുകാരന്റെ തോള് കൈയിട്ട് തിന്നാനുള്ളത് മാത്രം ചിന്തിച്ച് കരിച്ചതും പൊരിച്ചതും പൊട്ടിത്തെറിച്ചതും കുഴിമന്തിയും ലബനീസും ചൈനാനും തുർക്കിഷും വാരി വലിച്ച് തിന്നോലെ ലക്ഷ്യം പയച്ചിട്ടുള്ളൂ. ആ ഭക്ഷണം കുറ്റവാളി എന്നുള്ളത് കൊണ്ടല്ല, രാവ് പകലാക്കിയവർ, ആസ്വദിച്ചവർ. അവരിൽ എൻ്റെ മക്കൾ ഉണ്ടാവരുതെന്ന ചിന്തയോടുകൂടി നമ്മളെ മക്കളെ ഖുർആനിന്റെ പഠിതാക്കളാക്കാനും മുൻപോട്ട് കൊണ്ടുപോകാനും പറ്റണം. നമ്മൾ കാണിക്കുന്ന കാർക്കശ്യത്തെക്കാൾ സ്നേഹത്തോടെയുള്ള പരിഗണന. ഞാൻ പറയാറുണ്ട്, കേരളത്തിലും ഈ കർണാടകയിലൊക്കെ മാറുന്നതും ചില ആളുകളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളെ കൊണ്ടാ. നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളെ കൊണ്ട് കേരളത്തിലൊക്കെ ഉള്ള ഒരു അവസ്ഥ എന്തായിരുന്നു? 9 മാസം ഗർഭിണിയായ സ്ത്രീയെ ഒരിക്കലും ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്കാൻ പാടില്ല, നഫീസത്ത് മാല കുടിക്കണം. അത് പിഞ്ഞാണത്തിൽ എഴുതി കലക്കി കുടിപ്പിക്കും. അപസ്മാരാണോ മന്ത്രി ചൂതി കെട്ടണം. കിടന്ന പെണ്ണ് കിടക്കപ്പായെന്ന് കുറച്ച് തെറ്റിക്കിടന്നോ ജിന്നു കൊണ്ടുപോയി. ഇതൊക്കെയായിരുന്നു കേരളത്തിന്റെ അവസ്ഥകള്. ആ അവസ്ഥയിൽ നിന്ന് ഇത് മാറിയത് എങ്ങനെയാ? ഒരു പറ്റം യുവാക്കള്, ഒരു പറ്റം പണ്ഡിത യുവാക്കള്, അതോടൊപ്പം തന്നെ ഉമറാക്കള്, ശരീരം കൊണ്ടും കഴിവുകൊണ്ടും കൂടെ നിൽക്കുന്ന ഉമറാക്കളായ യുവാക്കള്, അവര് ചേർന്നു നിന്നു പണ്ഡിതന്മാരുടെ കൂടെ, വക്കം മൗലവിയുടെ കൂടെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ കൂടെ, അബു സബാഹ് മൗലവിയുടെ കൂടെ, അമാനി മൗലവിയുടെ കൂടെ, AP അബ്ദുൽ ഖാദർ മൗലവിയുടെ കൂടെ നെഞ്ചും വിരിച്ച് കൂടെ നിന്നപ്പം ഇന്ന് കേരളം മാറിയില്ലേ? എത്ര പള്ളികളിൽ മലയാളത്തിലെ ഖുതുബ, എത്ര പെൺമക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം.
എന്തിന്? എത്ര മദ്രസകൾ, എത്ര ഹോസ്പിറ്റലുകൾ. ഇതൊക്കെ ഒരു കൂട്ടം ആളുകളുടെ തുടക്കം കൊണ്ട് അവർ കണ്ട സ്വർഗമായിരുന്നെങ്കിൽ, സ്വപ്നമായിരുന്നെങ്കിൽ, ആ സ്വപ്നം ഇന്ന് അനുഭവിക്കുന്നത് ഞാനും നിങ്ങളുമാ. ഇതിന്റെ കീഴിലും കർണാടകയിലെ SKSMന്റെ കീഴിലും ഇതുപോലെ സ്വപ്നം കണ്ട പലരുടെയും സൗഭാഗ്യത്തിന്റെ സ്വപ്നമാ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ, നാളെ ഇതിനേക്കാൾ ഭയാനകമായ മാറ്റത്തിലേക്ക് തലമുറകൾ മാറുമ്പോ, മാതാക്കളെയും പിതാക്കളെയും തിരിച്ചറിയാത്തൊരു കാലഘട്ടത്തിൽ, സ്വന്തം പെങ്ങൾക്ക് പോലും ഗർഭമുണ്ടാക്കുന്ന കാലഘട്ടത്തിൽ, 4 കാലിൽ തെരുവുകളിലൂടെ അഴിഞ്ഞാടുന്ന, വസ്ത്രം ധരിച്ചാൽ പോലും ധരിക്കാത്തവളെ പോലെ കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഒരു തലമുറക്ക് മുൻപിൽ നമ്മളെയുള്ളൂ. ആ തിരിച്ചറിവ് യുവാക്കളെ മനസ്സിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ചതിയന്മാരാണ് അവര്. ഈ നാടിനെ ചതിച്ചവർ, അള്ളാന്റെ ദീനിനെ ചതിച്ചവർ, സ്വന്തം ജീവിതത്തെ ചതിച്ചവർ, മക്കളെ ആ പാതയിലേക്ക് കൈപിടിക്കാൻ പറ്റാത്ത രക്ഷിതാക്കളും ആ മക്കൾക്ക് വലിയ അപമാനവും പരീക്ഷണവുമാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇതൊരു തുടക്കമാകട്ടെ മാറ്റങ്ങൾക്ക്, തിരുത്തലുകൾക്ക്. ഏത് രംഗത്തും നമ്മൾ ഒരുമിച്ച് നിന്നാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെ, ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുൻയാനുൻ മർസൂസ്. ചേർത്ത് വെക്കപ്പെട്ട കരിങ്കല്ലുകളെ പോലെ, മരത്തടികളെ പോലെ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ, നിങ്ങൾ ഉറച്ചു നിന്നാൽ, നിങ്ങൾ അറിഞ്ഞു പണിയെടുത്താൽ, യുഹിബ്ബുൽ ലദീന, അവരെയാണ് റബ്ബ് ഇഷ്ടപ്പെടുന്നത്. യുഖാതിലൂന ഫീ സബീലില്ലാഹി സഫൻ കഅന്നഹും ബുൻയാനുൻ മർസൂസ്. ഏത് പാറകൾക്ക് മുൻപിലും, ഏത് മലവാര് പള്ളപ്പാച്ചിലിന്റെ മുൻപിലും, ഏത് പ്രളയത്തിന്റെ മുൻപിലും നിങ്ങൾക്ക് കെട്ടുറപ്പോടെ നിൽക്കാൻ പറ്റും. നിങ്ങളെ കയ്യിൽ അള്ളാന്റെ കലാമുണ്ടെങ്കിൽ, നിങ്ങളെ കയ്യിൽ മുത്തുനബിയുടെ ജീവിതമുണ്ടെങ്കിൽ, നിങ്ങൾ ആഖിറത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ മരണത്തെ കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ആ മരണം എന്ന ലോകത്തേക്ക്, നാഥന്റെ അരികിലേക്ക്, ഖബറിലേക്ക്, സുമ്മ അമാതഹു ഫഅക്ബറ സുമ്മ ഇദാ ശാഅ അൻശറ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ, ആ കാത്തിരിക്കുന്ന ലോകത്ത് അമ്പിയാക്കളോടും ഔലിയാക്കളോടുമൊപ്പം സിറാത്ത് എന്ന പാലം കടന്ന് സ്വർഗീയ ആരാമത്തിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നടക്കാൻ റബ്ബേൽപ്പിച്ചു തന്ന ദീനിനെ, റബ്ബേൽപ്പിച്ചു തന്ന ഖുർആനിനെ, റബ്ബേൽപ്പിച്ചു തന്ന ജീവിതത്തെ ആ റബ്ബിന് തിരിച്ചു കൊടുക്കുന്ന മാന്യന്മാരായ മുസ്ലിമീങ്ങളാവാൻ. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. മലവെള്ളപ്പാച്ചിലിലെ ചണ്ടിയെ പോലെ കാലത്തിനനുസരിച്ച്, ഒഴുക്കിനനുസരിച്ച് തപ്പിത്തടഞ്ഞു നീങ്ങുന്ന വെറും ചണ്ടി മുസ്ലിമീങ്ങളല്ല റബ്ബേ. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് റബ്ബേ എന്ന് ആർജവത്തോടെ പറയാൻ, എന്റെ കയ്യിലുള്ളത് ഖുർആനാണെന്ന് പറയാൻ നമുക്കെന്ന് സാധിക്കുന്നു, അന്ന് നാട് മാറും, നമ്മൾ മാറും, മഹല്ല് മാറും, നാളെ ആഖിറത്തിലേക്കുള്ള നമ്മളെ യാത്രയും മാറും. ആ തിരിച്ചറിവോടെ പ്രവർത്തിക്കാനാവട്ടെ ഈ ഒരു സമ്മാനദാനങ്ങളും ഇനി അങ്ങോട്ടുള്ള പഠനങ്ങളും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബേ, ഇതൊരു നല്ല സ്വാലിഹായ അമലായി നീ സ്വീകരിക്കുകയും ഇതിനേക്കാൾ ഭംഗിയുള്ള നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ നീ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നാഥ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. നാഥ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതൊരു വസിയത്തായതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. റബ്ബേ, ഓരോ കുടുംബത്തിനും മക്കളെന്ന അനുഗ്രഹം നൽകി എല്ലാവരോടും നീ കാരുണ്യം കാണിക്കണമേ. പല പരീക്ഷണത്തിലും മനസ്സ് വേദനിച്ച് ജീവിക്കുന്നവർക്ക് ക്ഷമയോടെ ആ പരീക്ഷണങ്ങളെ നേരിടാൻ നീ തൗഫീക്ക് നൽകണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഓരോരുത്തരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع الدعاء. ഒരൊറ്റ കാര്യം കൂടി, നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെയും ഉൾപ്പെടുത്തണം. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. ഇനിയും അള്ളാഹുവിൻ്റെ ദീന് പ്രബോധനം ചെയ്യാനും ആഫിയത്തിനും ദീർഘായുസ്സിനും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു തവണ ഞാൻ ഏറ്റിട്ട് ഇവിടെ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഓരോ ദിവസവും ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളെ കൊണ്ട് മാറിപ്പോയതാണ്. അതൊരു പൊരുത്തക്കേടായിട്ട് മനസ്സിൽ വെക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനിയും കണ്ടുമുട്ടാമെന്ന പ്രാർത്ഥനയിൽ, എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകും. ക്ഷണിച്ചതിനും ഇങ്ങനെയൊരു വാക്കങ്ങളോട് പറയാൻ പറ്റിയതിനും അൽഹംദുലില്ലാ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.